മന്ദസ്മിതശ്രീമുഖി വാത്സല്യാവർഷിണീം ഭൂമുദ്ര സങ്കീർത്തനാലാപിനീ ശ്രീ ശിവസമാരംഭാം ശങ്കരാചാര്യപര്യന്താം ഭഗവത്പാദം ശങ്കരാശകൃതവന്ദേ ഈശ്വരഗുരുരാത്മേനി മൂർത്തിദേവിഹായ ദക്ഷിണാമൂർത്തേ. ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് ഗുരുധാരണ. വിദ്യാസംയുക്തസ്യ തു നിരഭ്യൈ സന്ധിർഭവത്യന്യഥാ സ്വഭാവഃ ദുഷ്ടം ഹി അന്യശക്തികത്വേന നിർജാതാനാം അപി പദാർത്ഥാനാം വിഷദധ്യാദീനാം വിദ്യാ മന്ത്രശർക്കരാദി സംയുക്താനാം അന്യവിഷയേ സാമർഥ്യം തഥാ കർമ്മണോപ്യസ്തി ന പ്രമാണാഭാവാത് തത്ര ഹി കർമ്മണോക്തവിഷയം വ്യതിരേകേണ വിഷയാന്തരേ സാമർഥ്യ അസ്തിത്വേ പ്രമാണം ന പ്രത്യക്ഷം ന അനുമാനം ന ഉപമാനം ന അർത്ഥാപർത്ഥ ന ശബ്ദോ അസ്തി. ഇവിടെ പറയുന്നത് വിദ്യാസംയുക്തമായ കർമ്മം, നിരഭിസന്ധി, നിരഹങ്കാരപൂർവകം ഫലിച്ചുകൂടാ ചെയ്യുന്ന കർമ്മം, ആ കർമ്മത്തിന് നിന്ന് മോക്ഷം, കർമ്മത്തിൽ നിന്ന് മോക്ഷം, ഇതാണ് ചർച്ച ചെയ്യുന്നത്. സാധ്യമാകുമോ? അതിന് കർമ്മവും ജ്ഞാനം കൂടി ചേർന്നു, അതിൽ നിന്ന് സാധ്യമാകുമോ? കർമ്മവും ഉപാസനയും ചേർന്നു, അതിൽ നിന്ന് മോക്ഷം സാധ്യമാകുമോ എന്നാണ്. മോക്ഷം സാധ്യമാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയുന്നു. ഇപ്പൊ സാറിന് ചോദിക്കും ദൈവമുണ്ടോ? അപ്പോൾ ഓരോ കൂട്ടർ പറയില്ല, വേറെ കൂട്ടർ പറയും ഉണ്ട്. അവസാനം വാദം, വിവാദം, തർക്കം. ഒടുവിൽ രണ്ടുപേരും കൂടെ ഒരു തീരുമാനത്തിലെത്തും. നിങ്ങൾ പറയുന്ന തരത്തിലാണെങ്കിൽ ശരി, ഞങ്ങൾ ദൈവത്തെ അംഗീകരിക്കാൻ കുഴപ്പമില്ല എന്ന് പറയുന്ന പോലെ മോക്ഷം ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നോ ഉണ്ടെന്ന് പറഞ്ഞു വിവാദം നടത്തിയിട്ട് കാര്യമില്ല. ആദ്യം എന്താ മോക്ഷം അത് തീരുമാനിക്കണം. അതാണ് ഇവിടെ ചർച്ച ചെയ്തത് നമ്മൾ 2-3 ദിവസങ്ങൾ വിശദമായിട്ട്. എന്താ ഇവിടെ മോക്ഷം? മോക്ഷ നിത്യസിദ്ധമായ ഒന്നാണത്. നമ്മൾ വ്യാഖ്യാനത്തിലാണ് ചർച്ച ചെയ്ത്, ഭാഷ്യത്തിൽ ഇനി അത് വരും. ആ തരത്തിലുള്ള മോക്ഷം അത് കർമ്മം കൊണ്ട് സാധ്യമല്ല.
കേവലമായ കർമ്മം കൊണ്ടോ കർമ്മവും ജ്ഞാനവും കൊണ്ടോ കർമ്മവും ഉപാസനയും കൊണ്ടോ ഒന്നും അത് സാധ്യമല്ല. പിന്നെ അതെല്ലാം എന്താണ്? കർമ്മത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, ഉപാസനയ്ക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, സമുച്ചയത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. പക്ഷെ മോക്ഷത്തിന് അത് സാധ്യമല്ല. അതിനാണ് പറഞ്ഞത് പ്രമാണാഭാവ, അതിനൊന്നും പ്രമാണമില്ല. പ്രത്യക്ഷാനുമാന ഉപമാനം അർത്ഥാപത്തി ശബ്ദ പ്രമാണങ്ങളൊന്നുമില്ല. എന്നാലും ഫലാന്തരാഭാവേ ചോദന അന്യഥാനുപത്തി പ്രമാണം പറയുന്നു. അങ്ങനെ വേറെ ഒരു ഫലമില്ല, മോക്ഷം അല്ലാതെ വേറെ ഒരു ഫലമില്ല, മോക്ഷം തന്നെയാണ് ഫലം, വേറൊരു ഫലമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിധി അന്യഥാനുപന്നമാവും. വിധിച്ചിരിക്കുന്നുള്ളൊരു ഫലം ഉണ്ടാകുന്ന. ഇവിടെ മുഖ്യമായി ഉദ്ദേശിക്കുന്നത് നിത്യകർമ്മങ്ങളെ സംബന്ധിച്ചാണ്. നിത്യകർമ്മങ്ങൾക്ക് പ്രത്യേകിച്ചൊരു ഫലത്തെ വിധിച്ചിട്ടില്ല. അപ്പോ നിരഭിസന്ധിപൂർവകമായി ആ നിത്യകർമ്മങ്ങൾ ചെയ്യുക. അങ്ങനെയുള്ള കാമ്യം, നിഷിദ്ധം, നിത്യം, നൈമിത്തികം. അതിൽ കാമ്യകർമ്മങ്ങളെ ആഗ്രഹം കൂടാതെ ചെയ്യാൻ പറയാൻ പറ്റില്ല. കാരണം ആ കർമ്മങ്ങൾ ചെയ്യുന്നതിനുള്ള പ്രേരണ തന്നെ ആഗ്രഹമാണ്. സ്വർഗത്തെ ഉദ്ദേശിച്ച് ഒരു യാഗത്തെ വിധിച്ചു. ആ സ്വർഗത്തിൽ ആഗ്രഹമുള്ളവനെ കർമ്മം ചെയ്യാൻ പോകത്തുള്ളൂ. ഇനി സ്വർഗത്തിൽ ആഗ്രഹമില്ലാതെ കർമ്മം ചെയ്യണമെന്ന് പറയുന്നത് അസംബന്ധമാണ്. സ്വർഗത്തിൽ ആഗ്രഹമില്ല, പിന്നെ എന്തിനാണ് കർമ്മം ചെയ്യാൻ പോകുന്നു? കാരണം ആ കർമ്മത്തിന് പ്രേരണ കൊടുക്കുന്ന ഫലാഗ്രഹമാണ്. അപ്പൊ കാമ്യകർമ്മങ്ങളെ സംബന്ധിച്ച് ഒരിക്കലും പറയാൻ പറ്റില്ല എന്താണ് ആഗ്രഹം കൂടാതെ കർമ്മം ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഒരു കർമ്മം ചെയ്യുന്നതിന് ആഗ്രഹമാണ് പ്രേരിപ്പിക്കുന്നതെങ്കിൽ ആ കർമ്മം ആഗ്രഹം കൂടാതെ ചെയ്യുക എന്ന് പറയുന്ന അസംബന്ധമാണ്. അത് ഏത് കർമ്മത്തെ എടുത്താലും ശരി. ചോദ്യം വരും, പിന്നെ എന്തിനാ എങ്ങനെ ചെയ്യാൻ കഴിയും? കർമ്മം തുടങ്ങണ്ടേ? ഒരു പ്രേരണ വേണ്ടേ? അതുകൊണ്ട് സാറിന് പറയുന്നതാണ് ആഗ്രഹം കൂടാതെ കർമ്മം ചെയ്യണമെന്ന് പറയുന്നത് അസംബന്ധമാണ്. കർമ്മത്തിന് പ്രേരകം ആഗ്രഹമാണെങ്കിൽ കർമ്മപ്രവൃത്തി ആഗ്രഹപൂർവകമായേ സംഭവിക്കത്തുള്ളൂ. നിത്യകർമ്മങ്ങളെ സംബന്ധിച്ച് അങ്ങനെയാണ്. നിത്യകർമ്മത്തിന്റെ പ്രകടനത്തിൽ ഫലമൊന്നും പറയുന്നില്ല. ഫലത്തെ ആഗ്രഹിക്കാൻ ഒക്കില്ലല്ലോ. പുത്രൻ കിട്ടാൻ എന്ന കർമ്മം ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ ഫലത്തെ ആഗ്രഹിച്ചിട്ട് കർമ്മം ചെയ്യും. അയാളിനി ഫലത്തെ ആഗ്രഹിക്കാതെ കർമ്മം ചെയ്യുന്നതന്നെ വെറുതെ ഇരുന്നാൽ പോരെ. പക്ഷെ നിത്യകർമ്മം അങ്ങനെയല്ല. അതിന്റെ പ്രകടനത്തിൽ ഇന്ന ഫലമെന്ന് പറയുന്നില്ല. അതുകൊണ്ട് ആ ഫലത്തെ ആഗ്രഹിക്കാൻ പറ്റില്ല. പക്ഷെ കർമ്മം അവിടെ വിധിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു സന്ദർഭത്തിൽ മാത്രമേ ഫല ആഗ്രഹം കൂടാതെ കർമ്മം എന്ന് പറയാൻ കഴിയൂ. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് വൈദികമായ കർമ്മങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ. ലൗകികമായ കർമ്മങ്ങളിലും അങ്ങനെയാണ്. ഒരു കർമ്മത്തെ ചെയ്യാൻ കർമ്മഫലത്തിലുള്ള ആഗ്രഹമാണ് പ്രേരിപ്പിക്കുന്നതെങ്കിൽ ആഗ്രഹം കൂടാതെ കർമ്മം ചെയ്യാൻ പറ്റില്ല. ഇനി വെറുതെ ആൾക്കാർ പറയും, എനിക്ക് ആഗ്രഹമില്ലാതെയാണ് ഞാൻ കർമ്മം ചെയ്യുന്നതെന്നൊക്കെ പറയും. ഒരു ചന്തത്തിന് പറയുന്നതാണ്. എന്തെങ്കിലും ഒരു ആഗ്രഹം കാണും. അങ്ങനെ ഒരാഗ്രഹം എന്തെങ്കിലും ആ പ്രേരണ ഉണ്ടാകത്തില്ല. അയാളെങ്ങനെ കർമ്മത്തിൽ പ്രവർത്തിക്കും? നിസ്വാർത്ഥമായ കർമ്മങ്ങളോ? അങ്ങനൊരാഗ്രഹമാണ് നിസ്വാർത്ഥമായി പ്രവർത്തിച്ച് ജനങ്ങളെ ഉദ്ധരിക്കണമെന്നുള്ള ആഗ്രഹം. അപ്പൊ ആ ആഗ്രഹമാണ് അയാളെ കർമ്മത്തെ പ്രേരിപ്പിക്കുന്നത്. പക്ഷെ ഇവിടെ നിത്യകർമ്മങ്ങളെ സംബന്ധിച്ച് ഫലത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല, ഫലം പറയുന്നില്ല. അപ്പൊ ഫലത്തെ ആഗ്രഹിച്ച് കർമ്മം ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എന്തുകൊണ്ട് ചെയ്യുന്നു? വേദം വിധിച്ചിരിക്കുന്നു, അതുകൊണ്ട് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ.
വേദവിധിയെ ഉല്ലംഘിക്കാൻ പാടില്ല. അവിടെ കാമ്യകർമ്മം വിധിച്ചു, നിഷിദ്ധ കർമ്മങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി, നൈമിത്യകർമ്മം പറഞ്ഞു, നിത്യകർമ്മവും പറഞ്ഞു. വൈദികനെ സംബന്ധിച്ച് അതാണ്. ഇന്നത്തെ സാധാരണ മനുഷ്യനെ സംബന്ധിച്ചല്ല. വേദത്തിൽ ശ്രദ്ധയുള്ളവരെ സംബന്ധിച്ച് അത് വിധിച്ചിരിക്കുന്നുള്ളത് ചെയ്യുന്നു, ഫലമില്ലെങ്കിലും ചെയ്യുന്നു. പിന്നെന്താ, ചെയ്തില്ലെങ്കിൽ പ്രത്യവായം ഉണ്ടാകും, അത് ഒഴിവാക്കണം. പാപഫലം ചെയ്തില്ലെങ്കിൽ പാപം ഉണ്ടാകും, അത് ഒഴിവാക്കണം. അതിനുവേണ്ടി ചെയ്യുന്നു, അല്ലാതെ ഫലകാമനയല്ല. അതാണ് ചോദന അന്യഥാനുഭൂതി പ്രമാണം. വിധിച്ചിരിക്കുന്നു, അതുകൊണ്ടത് ചെയ്യണം, ചെയ്യാതിരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നു. ഇതല്പം വൈദികന്മാരുടെ വിഷയം ചർച്ച ചെയ്യാണ്. ഇതില് നമ്മുടെ മുഖ്യ ചർച്ചയുമായിട്ട് ബന്ധമൊന്നുമില്ല ഈ പറയുന്ന ചർച്ചയിൽ, പക്ഷെ പൂർവ്വമീമാംസമായിട്ട് ബന്ധമാണ്. അത് വൈദികരോട് മുമ്പിൽ ഇത് ചർച്ച ചെയ്യുമ്പോൾ അത് കണക്കിലെടുക്കണം. കാരണം വേദത്തിന്റെ വെളിച്ചത്തിലാണുള്ള ചർച്ച. വൈദിക നിയമങ്ങളെയൊക്കെ പാലിക്കണം. നഹി നിത്യാനം കർമ്മണ വിശ്വതി ന്യായേന ഫലം കൽപ്പിയത് വിശ്രുതം ഫലമസ്തി ചോദ്യം തേജത്താനി. വേദത്തിലൊരു വാക്യമുണ്ട്, വിശ്വജിത യജേത. വിശ്വജിത്ത് എന്ന് പറയുന്ന ഒരു യാഗത്തെ ചെയ്യാൻ പറയുന്നു. വിശ്വജിത യജേത. സാധാരണ ഒരു കർമ്മത്തെ വിധിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫലത്തെയും അവിടെ പറയും, ഇന്നതിന് വേണ്ടി എന്നൂടെ പറയും. അവിടെയോ അല്ലെങ്കിൽ അതിന്റെ പ്രകടനത്തിലോ സന്ദർഭത്തിലോ എവിടെയെങ്കിലും വരും. പക്ഷെ വിശ്വജിത് യാഗത്തിന്റെ പ്രകടനത്തിൽ ഫലം പറയുന്നില്ല, എന്നാ യാഗം വിധിച്ചിരിക്കുന്നു. അപ്പോൾ മീമാംസകര അന്വേഷണമായി എന്താ ഇതിന്റെ ഫലം. അവസാനം അവരൊരു യുക്തി കണ്ടുപിടിച്ചു. അങ്ങനെയാണ് വേദത്തിൽ പോലും ആശയക്കുഴപ്പം വന്നാൽ പിന്നെ പരിഹരിക്കുന്ന യുക്തി കൊണ്ടാണ്. അതിന്റെ പേരാണ് വിശ്വജിത് ന്യായം. എന്താണ് ആ ന്യായം? സ സ്വർഗ സർവാൻ ബലത്തി അവശിഷ്ടത്വ. വിശ്വജിത് യാഗത്തിന്റെ ഫലം സ്വർഗമാണ്. എന്തുകൊണ്ട്? അത് സ്വർഗം എന്ന് പറയുന്നത് കർമ്മങ്ങൾക്ക് സ്വീകാര്യം ആക്കാവുന്ന ഒന്നാണ്. അത് പൊതുവാണ്. ഏറ്റവും വേദത്തിൽ വിധിച്ചിട്ടുള്ള കർമ്മഫലങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണത് സ്വർഗം. ഒരു കർമ്മത്തിന് ഫലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെടുത്തോളുക. എല്ലാവരും അത് ആഗ്രഹിക്കുന്നതാണ്, ഏതിനും യോജിപ്പിക്കാമെന്നുള്ളതാണ്. സ്വർഗം വേണ്ടാത്ത വൈദികൻ ആരുമില്ല. അതുകൊണ്ട് വിശ്വജിത് ന്യായപ്രകാരം വിശ്വജിത് യാഗത്തിന് സ്വർഗഫലത്തെ കൽപ്പിക്കുന്നത് പോലെ പൂർവമീമാംസയിൽ ഇതിലൊക്കെ വലിയ തർക്കവിതർക്കങ്ങളായി. അതെങ്ങനെ ശരിയാകും? വിശ്വജിത് ന്യായം എങ്ങനെ വരും? അതിനുവേണ്ട സ്വർഗം ഉണ്ടാകും, വേറെ ആയിക്കൂടെ? ഇങ്ങനെയൊക്കെ ഒരുപാട് ചർച്ചകളുണ്ട്. ഇവിടെ നമ്മൾ അതിന് കൂടുതൽ ചർച്ചയിലേക്കൊന്നും പോകുന്നില്ല. വിശ്വന്യായപ്രകാരം വിശ്വജിത് യാഗത്തിന് സ്വർഗം ഫലം കൽപ്പിച്ചതുപോലെ നിത്യകർമ്മങ്ങൾക്ക് സ്വർഗഫലത്തെ, ഒരു ഫലത്തെ എന്തുകൊണ്ട് കൽപ്പിച്ചുകൂടാ? സ്വർഗമോ എന്തോ ആയിക്കൊള്ളട്ടെ. അഹി നിത്യാനം കർമ്മണ വിശ്വന്യായന ഫലം കൽപ്പിക്കുന്നുണ്ട്. അത് സ്വീകരിക്കുന്നില്ല. എന്നാ വിശ്രുതം ഫലമസ്തി, അവിടെ നേരിട്ടൊരു ഫലത്തെ പറയുന്നില്ല. ചോദ്യം തേജത്താനി, ആയസമയം നിത്യകർമ്മങ്ങളെ വിധിച്ചിട്ടുണ്ട്. നിത്യകർമ്മങ്ങളെ വിധിച്ചിരിക്കുന്നു. പരിശേഷന്യായം എന്ന് പറയും. മോക്ഷത്തേഷാം ഫലം, അതുപോലെ നിത്യകർമ്മങ്ങളുടെ ഫലം മോക്ഷമാണെന്ന് പറഞ്ഞാൽ കർമ്മം കൊണ്ട് മോക്ഷം സിദ്ധിക്കുന്നു. അതിന് വേദം പ്രമാണമാകും. ചർച്ചയെല്ലാം വേദപ്രമാണത്തെ സ്വീകരിച്ചുകൊണ്ടും വേദപ്രമാണത്തിൽ നിന്നുകൊണ്ടുമാണ്. അന്യഥായി പുരുഷാഹന പ്രവർത്തകരും, അല്ലെങ്കിൽ പിന്നെ മനുഷ്യരെങ്ങനെ പ്രവർത്തിക്കും? മനുഷ്യർ പ്രവർത്തിക്കുന്നുണ്ട്, നിത്യകർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. മനുഷ്യരെന്ന് വെച്ചാൽ വൈദികര്. മോക്ഷഫലത്തെ എന്തുകൊണ്ട് കൽപ്പിച്ചുകൂടാ?
അതിനെ നിഷേധിക്കുന്നു. വിശുദ്ധ്യായ ഏവ ആയാതോ മോക്ഷസ്യ കല്പിതത്വ. അപ്പോൾ അത് ശരിയല്ല. എന്താണ് നിത്യകർമ്മങ്ങൾ ഫലമില്ലെന്ന് പറയുന്നത് ശരിയല്ല. മറ്റൊരു വഴിയില്ലാത്തതുകൊണ്ട് വിശുദ്ധി ന്യായപ്രകാരം മോക്ഷത്തെ ഫലമായി കൽപ്പിക്കണം. മോക്ഷയോ അന്യസ്മിൻ വാ ഫലേ അകൽപ്പിതേ പുരുഷാണ പ്രവൃത്തേരൻ. മോക്ഷമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഫലത്തെ കൽപ്പിച്ചില്ലെങ്കിൽ മനുഷ്യൻ പ്രവർത്തിക്കത്തില്ല. മോക്ഷഫലം കൽപ്പിതേ. അതുകൊണ്ട് മോക്ഷഫലത്തെ സ്വീകരിക്കണം. ശ്രുതാർത്ഥാപത്യ, അതിനാണ് ശ്രുതാർത്ഥാപത്തി എന്ന് പറയുന്നത്. അർത്ഥാപത്തി പലതരത്തിലുണ്ട്. അതിന് ശ്രുതാർത്ഥാപത്തി അനുസരിച്ച് വിശുദ്ധന്യായപ്രകാരം ഫലത്തെ കൽപ്പിക്കണം. നന്ദിയവും സതി കഥമിച്ചത് വിശുദ്ധന്യായോ ന ഭൗതീതി. അപ്പൊ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും വിശുദ്ധന്യായം ഇവിടെ പ്രാപ്തമാകുന്നില്ല, അങ്ങനെ ഫലം കൽപ്പിക്കാൻ പാടുന്നില്ല. ഫലം ച കൽപ്പിയത് വിശുദ്ധന്യായിഷ്ഠ ന ഭൗതീതി വിപ്രസിദ്ധം വിധിയത്. ഫലമുണ്ട്, വിശുദ്ധന്യായപ്രകാരം ഫലം കൽപ്പിക്കാൻ പാടില്ല. ഇതൊക്കെ എങ്ങനെ സ്വീകരിക്കാൻ പറ്റും? ഇത് പരസ്പര വിരുദ്ധമാണല്ലോ. പറയുന്നു മോക്ഷഫലമേ വന ഭവതി. എന്നാൽ മോക്ഷഫലത്തെ സ്വീകരിക്കേണ്ടെന്ന് വന്നാലോ? അങ്ങനെ ഒരു ഫലമേ ഇല്ല എന്ന് വന്നാലോ? പ്രതിജ്ഞഹാന, പ്രതിജ്ഞയ്ക്ക് വിരോധം വരും. എന്താണ് ആ വിരോധം? കർമ്മകാര്യാന്തരം വിഷദധ്യാദിയത് ആരഭതീതി. പ്രതിജ്ഞ മുമ്പ് പറഞ്ഞു കർമ്മം ഫലാന്തരത്തെ ഉണ്ടാക്കുന്നു. വിഷദധി സംയുക്തമായ പോലെ മുമ്പ് പറഞ്ഞല്ലോ. സചേത് മോക്ഷ കർമ്മണ കാര്യം ഫലമേവന ഭവതി സപ്രജ്ഞ ഹീതേ. മോക്ഷം കർമ്മകാര്യമാണെന്ന ഫലമല്ല എന്ന് വന്നു കഴിഞ്ഞാൽ എന്നും പറഞ്ഞ പ്രതിജ്ഞയ്ക്ക് വിരോധം വരും. കർമ്മകാര്യത്തില മോക്ഷസ്യ സ്വർഗാധിഫലം വിശേഷ വക്തവ്യ. മോക്ഷം കർമ്മകാര്യമെന്ന് വന്നു കഴിഞ്ഞാൽ അത് സ്വർഗത്തിൽ നിന്നും മറ്റും അതിനെന്താ വ്യത്യാസം എന്ന് പറയണം. അതുകൊണ്ട് നിത്യകർമ്മങ്ങൾക്ക് മോക്ഷഫലത്തെ കൽപ്പിക്കണം. അത് കർമ്മകാര്യം ന ഭവതി നിത്യാനം കർമ്മണം ഫലം മോക്ഷം. മോക്ഷം കർമ്മകാര്യമല്ല, എന്നാൽ നിത്യകർമ്മങ്ങളുടെ ഫലം മോക്ഷമാണ് എന്ന് പറയുന്ന ഈ വാക്യത്തിൽ എന്താ അർത്ഥമുള്ളത്? ഒരു പരസ്പര വിരോധമല്ലേ. മോക്ഷം കർമ്മകാര്യമാണ്, നിത്യകർമ്മങ്ങളുടെ ഫലം മോക്ഷമാണ്. മോക്ഷം കർമ്മകാര്യമല്ല, എന്നാൽ നിത്യകർമ്മങ്ങളുടെ ഫലം മോക്ഷമാണെന്ന് പറയുന്നതിന് വൈരുദ്ധ്യമുണ്ട്. എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കർമ്മ കാര്യഫല ശബ്ദഭേദം മാത്രമാണ് വിശേഷസഖ്യ കൽപ്പേതും. അതുകൊണ്ട് ഇവിടെ രണ്ട് ശബ്ദം, കാര്യം ഫലം, ഇങ്ങനെ രണ്ട് ശബ്ദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിശേഷമൊന്നും വരുന്നില്ല. ഒന്നെന്താ പറയുന്നത്? മോക്ഷം കർമ്മകാര്യമല്ല. മറ്റൊന്നെന്താ പറയുന്നത്? നിത്യകർമ്മത്തിന്റെ ഫലം മോക്ഷമാണ്. അപ്പോൾ കാര്യഫല ശബ്ദങ്ങൾ രണ്ടെണ്ണം പ്രയോഗിച്ചുകൊണ്ടുകൂടെ വിശേഷമൊന്നും കൽപ്പിക്കാൻ പറ്റത്തില്ല. അഫലഞ്ച മോക്ഷവും നിത്യേച്ച കർമ്മ ക്രിയതേ നിത്യാനം കർമ്മണം ഫലം എന്ന കാര്യമിതി യേശോർത്ഥോ വിപ്രസിദ്ധോ വിധീയതേ യഥാഗ്നിശീല. ഒന്ന് പറയുന്നത് എന്താണ്? അഫലഞ്ച മോക്ഷ. മോക്ഷം ഫലമല്ല, എന്നാൽ നിത്യകർമ്മങ്ങളെ കൊണ്ട് ചെയ്യുന്നു. നിത്യകർമ്മങ്ങളുടെ ഫലം അത് കാര്യമല്ല. ഇങ്ങനെ പറയുമ്പോൾ ഇതിന് പരസ്പര വിരോധമുണ്ട്. അത് പൂർവപക്ഷമാണ്. അതിനെ നിഷേധിക്കുന്നു. യഥാ അഗ്നിശീത, അഗ്നിശീതമാണെന്ന് പറയും പോലെയാണ്. മോക്ഷം ഫലമല്ല, എന്നാൽ നിത്യകർമ്മങ്ങളുടെ കാര്യമാണ് മോക്ഷം, ഫലമാണ് എന്ന് പറയുന്നത് പരസ്പര വിരുദ്ധമായ കാര്യമാണ്. ഇതൊക്കെ പൂർവപക്ഷം. വലിയ ഒരു ചർച്ചയ്ക്ക് ഇത് വിധേയമാക്കേണ്ട കാര്യമില്ല. ജ്ഞാനപദ്ധതി അവിടെ മുതൽ ഇത് സിദ്ധാന്തത്തിന്റെ ഭാഗം ചർച്ച ചെയ്യണം. ജ്ഞാനത്തെപ്പോലെ എന്താണ് ജ്ഞാനത്തെ സംബന്ധിച്ച് പറയുന്നത്? യഥാ ജ്ഞാനസ്യ കാര്യം മോക്ഷോ ജ്ഞാനേന അക്രിയമാണോ യുച്യത. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളൊരു 4-5 കൊല്ലം മുമ്പ് കേട്ട കാര്യങ്ങളും ഇന്ന് കേൾക്കുന്ന കാര്യവും തമ്മിൽ നോക്കുമ്പോൾ പരസ്പര വിരോധം തോന്നും. ഈ അദ്വൈതം പറയുന്നതൊക്കെ പൂർവാപര വിരുദ്ധമാണല്ലോ എന്ന് തോന്നും. അങ്ങനെ നമ്മൾക്ക് പ്രതീതമാകുന്ന ഒരു വൈരുദ്ധ്യത്തിൽ കൂടെ എടുത്ത് കാണിക്കുകയാണ്. സാധാരണ പറയാറുണ്ട് മോക്ഷം എങ്ങനെ ഉണ്ടാവും? ജ്ഞാനം കൊണ്ട് എന്ന് പറയാറുണ്ടല്ലോ. ജ്ഞാനാദൈവ കൈവല്യം എന്നൊക്കെ പറയുന്നു.
ജ്ഞാനം കൊണ്ടാണ് മോക്ഷം. അപ്പം ജ്ഞാനത്തിന്റെ കാര്യമായല്ലോ മോക്ഷം. പിന്നെ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ പറയും എന്താണ്? മോക്ഷോ ജ്ഞാനേന അക്രിയമാണ്. മോക്ഷം എന്ന് പറയുന്നത് ജ്ഞാനം കൊണ്ടുണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒന്നുമല്ല എന്നും പറയും. ഇത് വിരുദ്ധമായ കാര്യമല്ലേ? മോക്ഷം ജ്ഞാനം കൊണ്ടുണ്ടാക്കാവുന്നുള്ള ഒന്നല്ല. പിന്നെ ജ്ഞാനം കൊണ്ടാണ് മോക്ഷം. ഇവിടെ വൈരുദ്ധ്യം വന്നല്ല. ജ്ഞാനസ്യ കാര്യം മോക്ഷം, ജ്ഞാനത്തിന്റെ കാര്യമാണ് മോക്ഷം. ജ്ഞാനേന അക്രിയമാണോ മതി, എന്നാൽ ജ്ഞാനം കൊണ്ട് അത് ഉണ്ടാക്കുന്നതല്ല എന്ന് പറഞ്ഞാൽ കാര്യമാകുക, ഉണ്ടാക്കാതിരിക്കുക, ഫലമാകുക എന്ന് പറയുന്നത് വിരുദ്ധമായ കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പൂർവപക്ഷം കൊണ്ടുവരുന്നത് ഈ ഒരു സിദ്ധാന്തത്തെ വെളിപ്പെടുത്താനാണ്. ഈ പറയുന്നതിന്റെ താല്പര്യം എന്താണ്? മോക്ഷം ജ്ഞാനം കൊണ്ട് സിദ്ധിക്കുന്നതാണ്, എന്നാൽ മോക്ഷം ജ്ഞാനത്തിന്റെ കാര്യമില്ല. എന്താ അതിന്റെ താല്പര്യം? തദ്വത് കർമ്മകാര്യത്വം. ഇതെങ്ങനെയാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത് അതുപോലെ കർമ്മത്തെ സംബന്ധിച്ച് മനസ്സിലാക്കണം. നിത്യകർമ്മങ്ങളുടെ കാര്യമാണ് മോക്ഷം, എന്നാൽ അത് ഉണ്ടാക്കുന്നതല്ല എന്നവിടെ എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ? എന്നാ ഇവിടെ സിദ്ധാന്തത്തിലേക്ക് വരുന്നു. മോക്ഷം ജ്ഞാനകാര്യം അല്ല. പിന്നെന്താ അങ്ങനെ പറയുന്നത്? ജ്ഞാനകാര്യമാണെന്ന് പറയുന്നു. അജ്ഞാന നിവർത്തകത്വം ജ്ഞാന. നമ്മൾ ഈ വിഷയം മുമ്പ് ചർച്ച ചെയ്തതാണ്. എന്നാലും ഇവിടെ ഈ ഒരു സന്ദർഭവുമായി ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യുന്നു. മോക്ഷം ജ്ഞാനകാര്യമാണോ? അതെ ആണെങ്കിൽ എന്താ എന്റെ താല്പര്യം? ജ്ഞാനകാര്യം എന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താണ്? പറഞ്ഞാൽ ജ്ഞാന നിവർത്തകം എന്നാണ്. എന്റെ മുമ്പിലിരിക്കുന്ന വസ്തു ഒരു തുണി കൊണ്ട് മൂടി വെച്ചു. എന്റെ കൈകൊണ്ട് ഞാൻ ആ തുണി എടുത്തു മാറ്റി. ആ മറയെ മാറ്റുക, അത്ര മാത്രമേ എന്റെ കൈയുടെ ജോലിയുള്ളൂ. അതുകൊണ്ട് എന്റെ കൈ ആ വസ്തുവിനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ് അസംബന്ധമാവും. അതുപോലെയുള്ളൂ ഇവിടെയും. ജ്ഞാനം എന്ന് പറയുന്നത് അജ്ഞാന നിവർത്തകമാണ്, അത്രയേ ഉള്ളൂ. ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ തന്നെ അദ്വൈതത്തെ സംബന്ധിച്ച് പിന്നെ മനസ്സിലാക്കാനൊന്നുമില്ല. മോക്ഷത്തിനു വേണ്ടി പലരും പല അഭ്യാസങ്ങളും ചെയ്യുന്നു. ഈ അഭ്യാസങ്ങളുണ്ട് മോക്ഷം കിട്ടും. ഒരാൾ ലക്ഷം മന്ത്രം ജപിക്കുന്നു, അക്ഷരലക്ഷം മന്ത്രം ജപിക്കുന്നു. അത് ഒരു കർമ്മമാണ് ജപം എന്ന് പറയുന്നത്. ആ കർമ്മത്തിന്റെ ഫലമായി മോക്ഷം ഉണ്ടാകും എന്ന് കരുതിയിട്ടാണ്. ഒരാൾ യോഗം അഭ്യസിക്കുന്നു, ഒരാൾ തന്ത്രം അഭ്യസിക്കുന്നു. ശരീരം കൊണ്ടോ അല്ലെങ്കിൽ പ്രാണായാമമോ ഇങ്ങനെയുള്ള അഭ്യാസങ്ങളൊക്കെ ചെയ്തിട്ട് ഇതിലൂടെ മോക്ഷത്തെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. ഈ സാധനങ്ങളൊക്കെ അസംബന്ധമാണോ എന്നല്ല. ഈ സാധനങ്ങളിലൂടെ മോക്ഷത്തെ നേടാവുന്ന കരുന്നിടത്ത് അവരുടെ മോക്ഷത്തെക്കുറിച്ചുള്ള സങ്കല്പത്തിലാണ് പിശക്, ധാരണയിലാണ് പിശക്. ഇതുകൊണ്ട് എന്താണോ നേടുന്നത് അത് മോക്ഷമല്ല. ജപം കൊണ്ടെന്ത് സാധിക്കും? ദേവതാപ്രീതി ഉണ്ടാകും,
അതാണോ മോക്ഷം? അല്ല. മനസ്സിന്റെ ഏകാഗ്രത ഉണ്ടാകും, അതാണോ മോക്ഷം? അല്ല. മനഃശുദ്ധി ഉണ്ടാകും, അത് മോക്ഷമാണോ? അല്ല. ഇനി മാനസികമായ എന്തെങ്കിലും സിദ്ധിവിശേഷങ്ങളുണ്ടാകും, അത് മോക്ഷമാണ്? അല്ല. അങ്ങനെ എന്തൊക്കെ അതിന്റെ ഫലമായി സങ്കല്പിക്കാമോ, ഇതൊന്നും മോക്ഷമല്ല. ഇതുപോലെ മറ്റ് അഭ്യാസങ്ങൾ, ഒരാളാണ് കുണ്ടലിനി യോഗം അഭ്യസിക്കുന്നു, ഒരാളാണ് തന്ത്രയോഗം അഭ്യസിക്കുന്നു, പല പല സാധനങ്ങൾ. ഓരോന്നിനും പ്രാമാണികമായ ശാസ്ത്രങ്ങൾ അനുഷ്ഠിക്കുന്നവർ അവിടെ സാധ്യമായ ഫലങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നു. പക്ഷെ അതൊന്നും ഇവിടെ മോക്ഷമായി സ്വീകരിക്കുന്നു. ഇതൊക്കെ ചെയ്തിട്ട് വൈകുണ്ഠത്തിലോ കൈലാസത്തിലോ പോവുകയോ ഇവിടെ എന്തെങ്കിലും അണിമാദികൾ ശ്രദ്ധിക്കുകയോ ഒന്നും മോക്ഷമല്ല. അതാത് കർമ്മങ്ങളുടെ ഉപാസനകളുടെ ശാസ്ത്രം നിർദ്ദേശിച്ച ഫലത്തെ നിഷേധിക്കുന്നില്ല, അത് സംഭവിക്കാം. പക്ഷെ മോക്ഷം എത്ര ശ്രേഷ്ഠമായ നിശ്ചയം. ഇവിടെ ജ്ഞാനം കൊണ്ട് സംഭവിക്കുന്നുവെന്തോ അത് ഈ കർമ്മങ്ങൾ കൊണ്ട് സംഭവിക്കുന്നില്ല. അതാണ് ജപം എന്ന് പറയുന്നത്. എന്താ? നിത്യകർമ്മമാണ്. ധ്യാനം എന്ന് പറയുന്നത് എന്താ? നിത്യകർമ്മമാണ്. ഇതെല്ലാം നിത്യകർമ്മങ്ങളാണ്. കാരണം അത് കാലദേശ നിയമങ്ങളെയൊക്കെ ആശ്രയിക്കുന്നു. ഇന്ന കാലത്തിന് ഇന്ന ദേശത്ത് ഇന്ന നിയമത്തോടുകൂടി ഇന്ന വിധിപ്രകാരം അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞിരിക്കുക. അങ്ങനെ കാലദേശ നിയമങ്ങളെ അപേക്ഷിച്ച് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും നിശ്ചിതമായ ഫലമുണ്ട്. അതുകൊണ്ട് ഇതിനെല്ലാം ഫലമുണ്ട്. അത് വൈദികമോ അവൈദികമോ എന്തോ ആയിക്കോട്ടെ, ഫലമുണ്ട്. സ്വർഗമോ നരകമോ എന്തോ ആയിക്കോട്ടെ, ഇവിടെയൊക്കെ ഫലമുണ്ട്. ലൗകികം അലൗകികം അതീന്ദ്രിയം എന്ത് ഫലം പറഞ്ഞാലും അതൊക്കെ സംഭവിക്കാം. പക്ഷെ അതിനൊന്നും അജ്ഞാന നിവർത്തകം എന്ന് പറയുന്ന ഫലമില്ല. ആ ഫലത്തെയാണ് ജ്ഞാനകാര്യം എന്ന് പറയുന്നത്. ആ ഫലത്തെയാണ് മോക്ഷം എന്ന് പറയുന്നത്. പിന്നെ ജ്ഞാനത്തിന്റെ വിശേഷതയൊക്കെ എന്താ? അജ്ഞാന വ്യവധാന നിവർത്തകത്വം. ജ്ഞാനം അജ്ഞാനമാകുന്ന മറയെ മാറ്റുക, അതാണ് ജ്ഞാനം ചെയ്യുന്നത്. പറഞ്ഞല്ലോ, തുണി കൊണ്ട് ഇതിനെ പൊതിഞ്ഞു വെച്ച് കൈകൊണ്ട പൊതിയെടുത്ത് മാറ്റി. ഇവിടെ ഒന്നും ചെയ്തില്ല, വസ്തുവിനൊന്നും ഉണ്ടാക്കില്ല. എന്നെ ബാധിച്ചിരിക്കുന്ന എന്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ, അവിവേകം, അജ്ഞാനം എന്നിലുണ്ട്. എന്റെ അനുഭവസിദ്ധമായ കാര്യമാണ്. ഞാൻ പറയുന്നു എനിക്കറിയില്ല, ഞാൻ സച്ചിദാനന്ദ സ്വരൂപനാണ്, നിത്യമുക്ത സ്വരൂപനാണ്, പരമാത്മസ്വരൂപനാണ്, അഹം ബ്രഹ്മാസ്മി തത്വമസി. ഇങ്ങനെ ഒരു അനുഭവമൊന്നും എനിക്കില്ല. ഇതെന്റെ അനുഭവസിദ്ധമായ കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെ വരുന്നുമല്ല, ഞാൻ സച്ചിദാനന്ദ സ്വരൂപനാണ്, പരബ്രഹ്മസ്വരൂപനാണ്. അവിടെ പോയല്ലോ, ആ മറ മാറിയല്ലോ. അതുവരെ അറിയില്ല എന്ന് പറഞ്ഞതിനെയാണ് നിഷേധിച്ചത്. ആ അറിവില്ലായ്മയാണ് നിഷേധിച്ചത്. ഇതാണ് ജ്ഞാനം ചെയ്യുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ
ഈ ജ്ഞാനത്തിന്റെ കാര്യമാണോ മോക്ഷം? ഈ വെളിച്ചത്തിന്റെ കാര്യമാണോ മുമ്പിരിക്കുന്ന പുസ്തകം? അല്ല. വെളിച്ചം വരെ പുസ്തകം വരെ. പക്ഷെ വെളിച്ചം വന്നപ്പോഴേ ഈ പുസ്തകത്തെ കാണാൻ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ട് നമ്മൾ പറയും ഈ പുസ്തകം വെളിച്ചത്തിന്റെ ഫലമാണ്, പുസ്തകത്തെക്കുറിച്ചുള്ള അറിവ് വെളിച്ചത്തിന്റെ ഫലമാണെന്ന് പറയും. അതുപോലെയുള്ളൂ ഇവിടെ മോക്ഷോ ജ്ഞാനകാര്യം ഉപചര്യതേ. മോക്ഷത്തെയും പറയും ജ്ഞാനകാര്യമാണെന്ന്. അത് ഗുണമായി മുഖ്യമായ അർത്ഥത്തിലല്ല, വിവക്ഷയിൽ പറയുന്നില്ല. ജ്ഞാനം മോക്ഷം എന്ന് പറയുന്ന കാര്യത്തെ ഉണ്ടാക്കി എന്ന് പറയുന്നു. അതിന് ഉപചാരം എന്ന് പറയും. അങ്ങനെ പറഞ്ഞു പോകുന്നു, ഗൗരവം കൊടുക്കാതെ പറയുന്നു. അങ്ങനെ നമ്മൾ സാറിന് പല കാര്യങ്ങളും പറയാറുണ്ടല്ലോ, ഗൗരവം കൊടുക്കാതെ പറയും, അങ്ങനെ പറയുന്നതാണ്. ആ അജ്ഞാന വ്യവധാന നിവർത്തകം, അജ്ഞാനമാവുന്ന വ്യവധാനം, മറവ്, അതിനെ നിവർത്തിപ്പിക്കുന്നതിന് ജ്ഞാനത്തിന് മാത്രമേ ശേഷിയുള്ളൂ. അജ്ഞാനമാകുന്ന വ്യവധാനം, ആ മറവിനെ നിവർത്തിപ്പിക്കുന്നതിന് ജ്ഞാനത്തിന് മാത്രമേ കഴിയുള്ളൂ. അങ്ങനെ അജ്ഞാനത്തെ ഈ ജ്ഞാനം നിവർത്തിപ്പിക്കുമ്പോൾ അവിടെ മോക്ഷം ഈ ജ്ഞാനത്തിന്റെ കാര്യമല്ല. അത് നിത്യസിദ്ധമാണ് മോക്ഷം. അടുത്ത് പറയും അത് ശ്രോതാവിന്റെ സ്വരൂപം തന്നെ. പിന്നെ അങ്ങനെ കാര്യമാകും. എന്റെ സ്വരൂപമായിരിക്കുന്ന എങ്ങനെ എന്റെ കാര്യമാകുന്നു? അത് സാധ്യമല്ല. ഇന്നത്തെ കർമ്മണ നിവർത്തിയോ, ഞാൻ കർമ്മം കൊണ്ട് ഈ അജ്ഞാനത്തെ നിവർത്തിപ്പിക്കാൻ സാധ്യമല്ല. ഈ പറയുന്ന ഒരു കർമ്മങ്ങളുണ്ട്. ജപം കൊണ്ടോ ധ്യാനം കൊണ്ടോ തന്ത്രം കൊണ്ടോ മന്ത്രം കൊണ്ടോ ഒന്നും അജ്ഞാനത്തെ നിവർത്തിപ്പിക്കാൻ പറ്റും. എനിക്കെന്നെക്കുറിച്ച് അറിയില്ല, പിന്നെ പറയുന്നു അറിയാം, ഞാൻ എന്നെ അറിയുന്നു, ഞാൻ സച്ചിദാനന്ദമായി അറിയുന്നു. ഇതേത് കർമ്മം കൊണ്ടാണ് സിദ്ധിച്ചത്? ഏത് കർമ്മമാണ് ഇതുണ്ടാക്കി തന്നെ? ഒരു നിത്യകർമ്മത്തിന് സാധ്യമല്ല. കൊണ്ടുവന്നത് അജ്ഞാനം എതിരാകേണ മോക്ഷസ്യ വ്യവധാനന്തരം കൽപ്പിച്ചിരിക്കുക. അതുകൊണ്ട് മോക്ഷത്തിന് അജ്ഞാനമല്ലാതെ ഒരു തടസ്സവുമില്ല. അതുകൊണ്ട് അന്തിമമായ തടസ്സം എന്ന് പറയുന്നത് അതാണ്. അത് മാത്രമേ ഉള്ളൂ തടസ്സം. അജ്ഞാനം എന്ന് പറയുന്ന ഒരു തടസ്സം. നിത്യശുദ്ധ മുക്തസ്വരൂപമായിരിക്കുന്ന തന്നെ, അല്ലെങ്കിൽ തന്നെ നിത്യശുദ്ധ ബുദ്ധസ്വരൂപമായി ഗ്രഹിക്കുന്നതിന് തടസ്സം അജ്ഞാനം മാത്രമേ ഉള്ളൂ. എന്താണ് അജ്ഞാനം നമ്മൾ ഇനി ചർച്ച ചെയ്യും. അജ്ഞാനം വ്യതിരകീണ മോക്ഷസ്യ വ്യവധാനാന്തരം കൽപ്പിച്ചു. വേറെ മോക്ഷത്തിന് വ്യവധാനം മറവൊന്നുമില്ല, അജ്ഞാനം മാത്രം. നിത്യത്വം മോക്ഷസ്യ, ഞങ്ങളെ സംബന്ധിച്ച്, അദ്വൈതികളെ സംബന്ധിച്ച് മോക്ഷം നിത്യമാണ്. എവിടെയാ നിത്യമായ മോക്ഷം? എവിടെയിരിക്കുന്നു? സാധക സ്വരൂപം വ്യതിരേകാച്ച, അത് ശ്രോതാവിന്റെ സ്വരൂപമാണ്, സാധകന്റെ സ്വരൂപമാണ്. ഇതാണ് നമ്മൾ എത്രയോ തവണ പറഞ്ഞിരിക്കുന്നത്. സാധക സ്വരൂപമാണ്. ആരാണോ മോക്ഷത്തെ യത്നിക്കാൻ വേണ്ടി നിരന്തരം യത്നിക്കുന്നത്, അവന്റെ സ്വരൂപമാണ് മോക്ഷം. മോക്ഷം എന്റെ സ്വരൂപമാണെങ്കിൽ പിന്നെ ഇവിടെ യത്നം. എന്റെ സ്വരൂപത്തെ പ്രാപിക്കുന്നതിന് വേണ്ടി ഞാൻ എന്ത് യത്നം ചെയ്യും?
എന്നിലേക്ക് പോകാൻ ഞാൻ എന്തായാലും ചെയ്യും. എന്നിലേക്ക് പോകാൻ എന്നുകൊണ്ട് എന്താണ്? ഞാൻ കണ്ടച്ച് ഏകാഗ്രമായി എന്റെ ഉള്ളിലിരിക്കുന്ന എന്റെ സ്വരൂപത്തെ ധ്യാനിക്കുന്നു. അങ്ങനെയായല്ലോ ഉള്ളിലേക്ക് പോകാനുള്ള യത്നമാണ്. ശരി, നിങ്ങൾ ചെയ്യുന്ന ഈ ധ്യാനം, എന്റെ സ്വരൂപത്തെ കുറിച്ചുള്ള ഈ ധ്യാനം, ഇതാണോ ജ്ഞാനം? അതല്ല മുമ്പ് ചർച്ച ചെയ്യുന്നതാണ്. അത് പ്രത്യയ ആവൃത്തി രൂപമാണ്. മാനസിക പ്രത്യയങ്ങളുടെ ആവൃത്തിയാണ്. അത് ജ്ഞാനമല്ല, കർമ്മമാണത്, മാനസിക കർമ്മമാണെന്നത്. അതങ്ങനെ ഈ അജ്ഞാനത്തെ നിവർത്തിപ്പിക്കാൻ സാധ്യമല്ല. മാനസിക കർമ്മങ്ങൾക്ക് അജ്ഞാനത്തെ നിവർത്തിപ്പിക്കാൻ സാധ്യമല്ല. മുമ്പ് ചർച്ച ചെയ്തു, 2 ദിവസം നമ്മളതാ ചർച്ച ചെയ്തു. പിന്നെന്താ ഈ അജ്ഞാനത്തെ നിവർത്തിപ്പിക്കുന്നത്, ഇല്ലാതാക്കുന്നത്? ജ്ഞാനം. വെളിച്ചം ഇരുളിനെ ഇല്ലാതാക്കുന്നത് പോലെ ഈ ജ്ഞാനം, ഈ അറിവ് അജ്ഞാനത്തെ നിരാകരിക്കുന്നു. അവന് മോക്ഷം എന്താ? നീ തന്നെ മോക്ഷം. എന്റെ മോക്ഷം, നിന്റെ മോക്ഷം ഒന്നും മോക്ഷമില്ല. മോക്ഷം നീയാണ്. സാധക സ്വരൂപ അഭ്യതിരേക, സാധക സ്വരൂപത്തിൽ നിന്നും ഭിന്നമായ ഒന്നല്ല മോക്ഷം. സാധക സ്വരൂപമാണത്. എന്നുവെച്ചാൽ ശ്രോതാവിന്റെ സ്വരൂപമാണ് മോക്ഷം. നിത്യത്വ മോക്ഷത്യ. എന്റെ സ്വരൂപം നിത്യമാണെന്നുകൊണ്ട് ഞാൻ സച്ചിദാനന്ദ സ്വരൂപനാണ്. ഞാൻ നിത്യനാണ്. നിത്യനായിരിക്കുന്ന സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ഞാൻ തന്നെയാണ് മോക്ഷം. മോക്ഷത്തെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള അർത്ഥശങ്കയ്ക്കും ഇടകൊടുക്കാതെ ഇക്കാര്യം ഭാഷ്യകാരൻ വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വരൂപമാണ് മോക്ഷം, അവിടെ പ്രാപിക്കാനൊന്നുമില്ല. അല്ല, അപ്പോൾ ഈ ധ്യാനകർമ്മങ്ങളൊക്കെ അതിന്റെ പ്രയോജനം പറയും, ഇനിയും പറയും. അത് മനസ്സിന്റെ ഏകാഗ്രത പോലുള്ള കാര്യങ്ങളാണെന്ന് അടുത്ത് വരുന്നിടത്തേണ്ട പറയും. ഓ, എന്റെ സ്വരൂപമാണ് മോക്ഷമെങ്കിൽ ഞാനാണ് മോക്ഷമെങ്കിൽ എന്തുകൊണ്ട് ഞാൻ മുക്തനാണ് എന്ന് സർവ്വസാധാരണമായി സർവരും പറയാത്ത പ്രഖ്യാപിക്കട്ടെ, ഞാൻ മുക്തനാണ്. ആരും പറയണ്ടേ എന്റെ സ്വരൂപമാണ് മോക്ഷമെങ്കിൽ? ഇവിടെ വേദാന്തം വിചാരം ചെയ്യുന്നവനും അദ്വൈതിയും ദ്വൈതിയും എല്ലാവരും പറയണ്ടേ എന്റെ സ്വരൂപം നിത്യമുക്തമാണ്, ഞാൻ മുക്തനാണ്. അതിനുവേണ്ടി അവിടെ പറഞ്ഞു എന്താണ്? അത് പറയാൻ പറ്റുന്നില്ല. അതറിയുന്നില്ല. അത് നീ ഞാനും എല്ലാം മുക്തനാണ്, പക്ഷെ അറിയുന്നില്ല. അറിയുന്നില്ലെന്ന് പറഞ്ഞാൽ സംശയിക്കേണ്ട, അറിവില്ല എന്നാണ്. വസ്തുവില്ലെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വേറെ വല്ല അർത്ഥമുണ്ടോ? വസ്തുവില്ലെന്ന് തന്നെ. അതിന് നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരർത്ഥം കണ്ടുപിടിക്കുന്നില്ല. അറിവില്ലെന്നില്ല. ശരി, അറിവില്ലെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം, മലയാളം. അജ്ഞാനം എന്ന് പറഞ്ഞാലോ സംസ്കൃതമല്ലേ. പക്ഷെ ജ്ഞാനമില്ല, ജ്ഞാനം എന്ന് വെച്ചാൽ അറിവില്ല. അറിവില്ല, എനിക്ക് എന്റെ സ്വരൂപത്തെക്കുറിച്ച് അറിവില്ല. ഞാൻ നിത്യമുക്തനാണെന്ന് സ്വയം അറിയുന്നില്ല. എനിക്കാരും പറഞ്ഞു തന്നിട്ടില്ല, എന്നെ വേദം ബോധിപ്പിച്ചില്ല, ഗുരു ബോധിപ്പിച്ചില്ല. ബോധിപ്പിച്ചാൽ എന്റെ സ്വരൂപം തന്നെ മോൾ, ഞാൻ തന്നെ മുക്തൻ. അപ്പൊ പറഞ്ഞു വരുന്നതനുസരിച്ച് ഇപ്പൊ മുക്തിക്ക് വേണ്ടി പരിശ്രമം വേണ്ടല്ലോ. എന്നോട് ബോധിപ്പിച്ചു, ഞാൻ ബോധിച്ചു, എന്റെ സ്വരൂപമാണ് മോക്ഷം. ഇനി പരിശ്രമം ആവശ്യമില്ലല്ലോ.
പിന്നെന്തിനാ ഈ സംശയം? എന്നെ ബോധിപ്പിച്ചു, ഞാൻ ബോധിച്ചു, പിന്നെ ഇനി എന്തിനാ വീണ്ടും ചോദിക്കുന്നു? പരിശ്രമം ആവശ്യമുണ്ടോ ഇല്ലയോ? ഈ സംശയം വീണ്ടും എന്തിനു കൊണ്ടുവരുന്നു? ഇനിയൊരു ഒരു പരിശ്രമവും വേണ്ട. ഇത് കേട്ടു കഴിഞ്ഞാൽ, മനസ്സിലായി കഴിഞ്ഞാൽ ഈ സംശയം എവിടുന്ന് വരുന്നു? അത് ഞാൻ മനഃപൂർവ്വം ഉണ്ടാകുന്നതല്ല. എനിക്കിങ്ങനെ ഒരു സംശയം വരികയാണ്. അങ്ങനെ വരികയാണെങ്കിൽ ബോധിച്ചില്ല, അത്രയാണ്. നിന്റെ സ്വരൂപമാണ് മോക്ഷം എന്ന് പറഞ്ഞത്, നീ ബോധിച്ചില്ല. അതുകൊണ്ടാണ് വീണ്ടും ചോദിക്കുന്നത്. അപ്പൊ ഇനി പ്രവൃത്തി ആവശ്യമില്ലേ? ഇനി ഞാൻ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? അപ്പൊ പറഞ്ഞാൽ ബോധിച്ചില്ല. ബോധിച്ചെങ്കിൽ പിന്നെ അവിടെ അതിനെ സംബന്ധിച്ച് ചോദ്യമല്ല. ബോധിച്ചാൽ മതിയോ? അത് മാത്രം മതി. വേറൊന്നും രണ്ടാമത് അവിടെ ഇല്ല. ഇനി പരിശ്രമിച്ചാലും സാധിക്കുന്ന ഇത് തന്നെ. ഇനി നാളെ ഒരിക്കൽ സാധിക്കുമെന്ന് വിചാരിച്ചാലും ഇത്രയും സാധിക്കത്തുള്ളൂ, ബോധിക്കുക. അതാണ് മോക്ഷം. അല്ല, മോക്ഷം നിത്യസിദ്ധമാണ്. ബോധിച്ചത് ഇപ്പോഴാണ്, ഈ അടുത്ത കാലത്താണിത് ബോധിച്ചത്. അതിനു മുമ്പേ നീ മുക്തനായിരുന്നു. മുക്തിസ്വരൂപമാണ്. അതാണ് ഇവിടെ പറയുന്നത്. സാധക സ്വരൂപ അവ്യതിരേക. ശ്രോതാവിന്റെ സ്വരൂപത്തിൽ നിന്നും വേറെയല്ല മോക്ഷം. അത് തന്നെ. ഇത്രയേ ഉള്ളൂ. ഇത് പോരെ. എന്താ പോരാന്ന് തോന്നുന്നു? പോരാന്ന് വരുന്നതിന് ഒരു ഇതുണ്ട്. കാരണം ഇതൊരു ബൗദ്ധികമായ അറിവാണ്. പക്ഷെ ഞങ്ങളുടെ സ്വാമിയുടെ ഇരിക്കുന്ന ഇങ്ങനത്തെ അറിവല്ല, നല്ല കോൺക്രീറ്റ് ആയിട്ടുള്ള അറിവ്. എന്ന് വെച്ചാൽ ഇളകാത്ത. അതെന്താ ഇളകാത്ത അറിവ്? സമാധി. സമാധി എന്ന് പറഞ്ഞാൽ എന്താ? നിസ്സാര കാര്യമാണ്. പാറ പോലെ ഉറച്ച സാധനം. ഈ പറയുന്ന എങ്ങനെയല്ല, വെറും ഒരു ബൗദ്ധികമായ അറിവ്. നീ ആത്മാവാണെന്ന് പറഞ്ഞു ഞാൻ ബോധിച്ചു. ശരി, അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ തുടരുക, മനനം തുടരുക. ആ കോൺക്രീറ്റിനെയും ഇളക്കി കളഞ്ഞേ പറ്റും. അവസാനം ഇവിടെ തന്നെ എത്തിച്ചേർന്നു. എന്താണ് ഈ പറഞ്ഞത്? നിത്യത്വ മോക്ഷസ്യ സാധക സ്വരൂപ അവ്യതിരേക. ഇത് ബോധിക്കുകയുള്ളൂ. സംശയരഹിതമായി ബോധിക്കുന്നു. അപ്പൊ ചോദിക്കും, അങ്ങനെ ബോധിച്ച ഒരാൾ മുക്തനാവോ? വീണ്ടും ചന്ദ്രൻ തെങ്ങേ തന്നെ. അങ്ങനെ ബോധിച്ചല്ല ഒരാൾ മുക്തനാകേണ്ടത്. നീ മുക്തനാണ്. ഇത് ബോധിച്ചില്ലെങ്കിൽ നീ മുക്തനാണെന്ന് പറയുമ്പോൾ ബോധിച്ചിട്ട് പിന്നെ ഇനി മുക്തനാവുമെന്ന് ചോദിക്കുന്നതിന് എന്തെങ്കിലും കഴമ്പുണ്ടോ? ഇങ്ങനെ ബോധിച്ചാൽ മുക്തനാകുമോ? എന്തുകൊണ്ട്? ഇത് ബോധിച്ചിട്ട് ഞാൻ മുക്തനല്ല. ഇടോ തന്നോട് പറയുന്നത് നീ മുക്തനാണെന്നാണ്. പിന്നെ അല്ലെന്ന് പേര് പറഞ്ഞ ഇതാരടുത്താ പറയുന്നു? ഇവിടെ പറയുന്നത് അങ്ങനെയല്ല. നിത്യത്വം മോക്ഷസ്യ, നീ മുക്തനാണ്. അപ്പൊ ഞാൻ പറയണ അത് ഞാനല്ല, ബോധിച്ചിട്ട് ഞാനല്ലെന്നാ പറയുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? എന്താ ചെയ്യാൻ പറ്റുന്നത്? നിത്യമായൊരു കാര്യം അല്ലെന്ന് താൻ എങ്ങനെ അവകാശപ്പെടുന്നു? പക്ഷെ അത് എങ്ങനെയാകും? അതിനു വേണ്ടിയിട്ട് ഇതൊക്കെ പറയുന്നത്. നിന്റെ യുക്തിയിലും നിന്റെ അനുഭവത്തിലും ഇത് തന്നെ. അതാണ്. ഇത് ബോധിച്ചിട്ടും ആകാതിരിക്കുന്ന ഒന്നല്ല, ബോധിച്ചില്ലെങ്കിലും ആയിരിക്കുന്ന ഒന്നാണ്. അതാണ് സാധക സ്വരൂപ വ്യതിരേകാച്ച. കർമ്മണ നിവർത്തിയത. ശരി, മോക്ഷം ഇങ്ങനെ അല്ലാതിരുന്നുവെങ്കിൽ ശരി, നമുക്ക് കർമ്മം കൊണ്ട് സാധിക്കാമായിരുന്നു. ജപം കൊണ്ടോ ത്യാഗം കൊണ്ടോ സന്യാസം കൊണ്ടോ എന്തെങ്കിലും കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് സാധിക്കാമായിരുന്നു. പക്ഷെ ഇത് കർമ്മം കൊണ്ട് സാധിച്ചെടുക്കാവുന്നതൊന്നല്ല. അത് നിത്യസിദ്ധമാണ്. അത് ബോധിച്ചാൽ മതി. ഇക്കാര്യം മനസ്സിലാക്കിയാൽ ആൾക്കൊരിക്കലും പറയാൻ പറ്റില്ല ഞാനിത് ബോധിച്ചിട്ടും മുക്തനാകുന്നില്ല. അത് അങ്ങനെ പരാതിപ്പെടാൻ പറ്റില്ല. നിത്യമുക്തനാണ്. നീ അത് ബോധിച്ചാലും ശരി, ബോധിച്ചില്ലെങ്കിലും ശരി, നീ നിത്യമുക്തനാണ്. നിന്റെ സ്വരൂപമാണ് മുക്തി.
നീ ബോധിച്ചുകൊണ്ട് എന്താ വിശേഷം? ബോധിച്ചാൽ അവൻ നിർവിശേഷനാകും. എല്ലാ വിശേഷങ്ങളും അവിടെ അസ്തമിക്കുന്നു. ബോധിച്ചില്ലെങ്കിൽ, ബോധിക്കാത്തതുകൊണ്ടാണ് ഈ ചോദ്യം വന്നത്. ബോധിച്ചാൽ എന്താ വിശേഷം? അത് ബോധിക്കാത്തതുകൊണ്ടാണ് ആ ചോദ്യം. ബോധിച്ചാൽ ആ ചോദ്യം അവസാനിക്കും. എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങളും സമാധാനങ്ങളും എന്ന് പറയുന്ന ഈ തലത്തിൽ നിന്ന് അവൻ മുക്തനാണ്. ചോദ്യങ്ങളും സമാധാനങ്ങളും ഈ തലത്തിൽ, മനസ്സിന്റെ തലത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് ബോധമാണ്. ബോധം കൊണ്ടാണ് സംഭവിക്കുന്നത്. അജ്ഞാനമേവ നിവർത്തേതിരിച്ച് കർമ്മം കൊണ്ട് എന്തിനാ നിവർത്തിക്കാൻ? അജ്ഞാനത്തെ കർമ്മം നിവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല. ഇവിടെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. വിലക്ഷണത്വ ഇവിടെ പറയുന്ന ജ്ഞാനത്തിന്റെ സ്വഭാവം വേറെയാണ്. എങ്ങനെ? അനഭിവ്യക്തി അജ്ഞാനം അഭിവ്യക്തി ലക്ഷണേന ജ്ഞാനേന വിരുദ്ധ്യത. ആദ്യം ജ്ഞാനം എന്തെന്ന് നോക്കാം. അഭിവ്യക്തി, പ്രകാശം. പ്രകാശം എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മുടെ ചിന്ത പോകുന്നത് ഈ പ്രകാശത്തിലാണ്. അതുകൊണ്ട് പ്രകാശം എന്നുള്ള മാറ്റിയിട്ട് അവിടെ പറയുക അറിവ് എന്ന് പറയും. അറിയുന്നു, അറിയുക, അറിവ്, ഇതാണ് ജ്ഞാനം. അതിനാണ് അഭിവ്യക്തി എന്ന് പറയുന്നത്. അപ്പൊ അജ്ഞാനം എന്ന് പറയുന്നത് അനഭിവ്യക്തി, പ്രകാശിക്കാതിരിക്കുക. അതാണ് അനഭിവ്യക്തി. അറിവ് പ്രകാശിക്കുന്നു, മറ്റു പ്രകാശമില്ല. പ്രകാശമില്ലായ്മ മാറണമെങ്കിൽ പ്രകാശം വേണം. ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഈ അറിവില്ലായ്മയുടെ സ്ഥാനത്ത് വരുന്നു. ഇത്രയേ ഉള്ളൂ. ആ അറിവ് എന്താണ്? നീ നിത്യമുക്തനാണ് എന്ന അറിവാണ്. ഞാൻ നിത്യമുക്തനാണെങ്കിലും എനിക്ക് അക്കാര്യം അറിയില്ലായിരുന്നു എന്ന് വെച്ചാൽ അങ്ങനെ ഒരു അറിവ് എനിക്കില്ലായിരുന്നു. അപ്പൊ ശ്രുതി ബോധിപ്പിച്ച് നീ നിത്യമുക്തനാണ്. അന്നുവരെ ഉണ്ടായിരുന്ന എന്റെ അറിവില്ലായ്മ നശിച്ചു. ഈ ഒരു അറിവുള്ളവനായി തീർന്നു. വാസ്തവത്തിൽ മുക്തി ഒരു കാര്യമല്ലെങ്കിലും നീ അപ്പൊ പറയുന്ന എന്താണ്? ഞാൻ മുക്തനായി. അറിവിന്റെ കാര്യമായി, അതാണ് ഈ ചർച്ച ചെയ്തു വരുന്നത്. അറിവിന്റെ കാര്യമായി മുക്തി എന്ന് പറയുന്നു. ഇത്രയേ ഉള്ളൂ. ആ പറയുന്നത് ഗൗണമാണെന്ന് നേരത്തെ പറഞ്ഞു, ഉപചാരമായി പറഞ്ഞിരിക്കുകയാണ്. അപ്പോ അറിവ്, മുക്തി എന്നെല്ലാം പറഞ്ഞ് ഇത്ര നിസ്സാരമായ കാര്യമാണെന്നാ ചോദിക്കുന്നത്. ഇത്രയും നിസ്സാരമായൊരു മുക്തി ഞങ്ങൾക്ക് ആവശ്യമില്ല. അക്ഷരലക്ഷത്തിൽ ഇനി ലക്ഷങ്ങൾ ബാക്കി കിടക്കുകയാണ്. അതിനുവേ മുക്തി നേടിക്കഴിഞ്ഞാൽ ബാക്കി ഇനി അങ്ങനെ പൂർത്തിയാക്കുന്നില്ല. ആര് ചെയ്യും? ഒരുപാട് കാര്യങ്ങൾ ബാക്കി കിടക്കുകയാണ്. ബാക്കി കിടന്നാലും കിടന്നില്ലെങ്കിലും ചെയ്താലും ചെയ്തില്ലെങ്കിലും നീ മുക്തൻ തന്നെ. അത് ഇത്രയേ ഉള്ളൂ. ജ്ഞാനം അത് തരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം ഇത്രയേ ഉള്ളൂ. അഭിവ്യക്തി. ഇങ്ങനെയൊരു ബോധം അവന്റെ ഉള്ളിൽ ഉണ്ടാകുന്നു. അത്രയേ ഉള്ളൂ. ഉണ്ടായില്ലെങ്കിൽ അവൻ മുക്തൻ തന്നെയാണ്. ഇത്രയും നിസ്സാരമായൊരു കാര്യമാണ്. വെറും ജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു മോക്ഷമില്ലെന്ന് നമുക്ക് പറയാം. അത് മോക്ഷമേലെന്ന് പറഞ്ഞാൽ മോക്ഷഫലമേവെന്ന് ബോധിച്ചിരുന്നു.
പ്രതിജ്ഞ. നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞു എന്താണ്, വിഷദധിയുടെയൊക്കെ കാര്യം പറഞ്ഞിട്ട് പറഞ്ഞു ഞങ്ങളുടെ കർമ്മത്തിനോടുകൂടി കുറച്ച് ഞാനും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ മോക്ഷം ഉണ്ടാവുമെന്ന് മറ്റും പറഞ്ഞല്ലോ. കർമ്മകാര്യേന്തരം വിഷദധ്യാധിപതാരഭതീതി പ്രതിജ്ഞ, അതാണ് നിങ്ങൾ പറഞ്ഞത്. സഹി മോക്ഷ കർമ്മണ കാര്യം ഫലമേവ ഭവതീതി പ്രതിജ്ഞാഹീതി. മോക്ഷം എന്ന് പറയുന്നത് കർമ്മഫലമാണ്, അത് കർമ്മകാര്യമാണ്, അത് ഫലമല്ല എന്നൊക്കെ പറഞ്ഞ് മുമ്പ് പറഞ്ഞതിന് വിരോധം വരും. പറഞ്ഞതെല്ലാം മറന്നിട്ട് സംസാരിക്കരുത്. അതുകൊണ്ട് കർമ്മകാര്യമല്ല, കർമ്മകാര്യത്തിച്ച മോക്ഷസ്യ സ്വർഗാധിഫലഭ്യോ വിശേഷഭക്തിവ്യോ. കർമ്മകാര്യമാണ് മോക്ഷം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്നും മറ്റതിനുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾ പറയേണ്ടി വരും. അതുകൊണ്ട് കർമ്മവുമായി മോക്ഷത്തെ കൂട്ടിക്കെട്ടാൻ ശ്രമിക്കരുത്. മോക്ഷം എന്ന് പറയുന്നത് നിത്യസിദ്ധമായ കാര്യമാണ്. ശ്രുതി ഉപദേശിക്കുന്നതിൻ്റെയും മനനത്തിൻ്റെയൊക്കെ താല്പര്യം എന്ന് പറയുന്നത് അത് നിത്യസിദ്ധമാണ് എന്ന് ബോധിക്കുക മാത്രമല്ല, അത് തന്റെ സ്വരൂപമാണെന്ന് ബോധിക്കുക. സിദ്ധമായ മോക്ഷം ഉണ്ടെന്ന് പിന്നെ അതന്വേഷിച്ച് നടക്കും. അതെവിടെയാണ്, അത് കണ്ടെത്തണം. തന്റെ സ്വരൂപത്തെ എങ്ങനെയാ താൻ പ്രാപിക്കുന്നത്, അത് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ താല്പര്യം? ഈ ഒരു അറിവുണ്ടാകുക എന്നുള്ളതിന് ഒരജ്ഞാനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം? ഇതുവരെ ഈ അറിവില്ലായിരുന്നു എന്നേ ഉള്ളൂ അതിന് താല്പര്യം. ഇതിനെ കർമ്മവുമായി ബന്ധിപ്പിക്കരുത്. അത് കർമ്മകാര്യം നിത്യാനാം കർമ്മണാം ഫലമോക്ഷ വചനവ്യക്തി കോടതി വക്തവ്യം. മോക്ഷം ഇവിടെ പറയുന്നു. ഫലം ച കല്പ്യത വിശ്വജന്യായ അനഭിവ്യക്തിരജ്ഞാനം അഭിവ്യക്തി ലക്ഷണേന ജ്ഞാനേന വിരുദ്ധത്തെ. അതുകൊണ്ട് പ്രകാശിക്കാതിരിക്കുകയാണ്. അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ പ്രകാശമാണ്, അറിവെന്ന് പറഞ്ഞാൽ ഇത് വിരുദ്ധമായ കാര്യമാണ്. ഈ അറിവില്ലായ്മയെ നീക്കം ചെയ്തു. കർമ്മതു അജ്ഞാനേന വിരുദ്ധ്യതേ. കർമ്മവും അജ്ഞാനമായിട്ട് വിരോധമില്ല, നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. തേന അജ്ഞാനവിലക്ഷണം കർമ്മ, തേന ജ്ഞാനവിലക്ഷണം കർമ്മ. അതുകൊണ്ടെന്താണ്, കർമ്മവും ജ്ഞാനവും വ്യത്യസ്ത സ്വരൂപമുള്ളതാണ്. കർമ്മം എന്ന് പറയുന്നത് ക്രിയാരൂപത്തിലുള്ളതാണ്, അനുഷ്ഠാന രൂപത്തിലുള്ളതാണ്. ജ്ഞാനം പ്രകാശരൂപത്തിലുള്ളതാണ്. പ്രകാശം പോലെയാണ്, അതിലെല്ലാം നശിപ്പിക്കുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്കറിയാം. ഇനി പറയാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താണ് ഈ അജ്ഞാനം എന്ന് പറയുന്നത്? ഏതി ജ്ഞാനാഭാവോ ഏതി സംശയ ജ്ഞാനം ഏതി വിപരീത ജ്ഞാനം ഭാവിച്ചത് അജ്ഞാനം ഇനി സർവം ഹി തജ്ഞാനേന ഏവ നിവർത്തിയതേ. ഇത് ഈ ഭാഗം മനസ്സിലാക്കാത്തിടത്തോളം കാലം എന്താണ് അദ്വൈതം ബോധിപ്പിക്കുന്നതെന്ന് മനസ്സിലാകത്തില്ല. വലിയ വലിയ പണ്ഡിതന്മാരെന്ന് നമ്മൾ കരുതുന്ന വലിയ കനമുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളവർക്ക് പോലും മനസ്സിലാകാത്ത ഒരു കാര്യമാണ് ഭാഷകാരൻ ഈ പറയുന്ന കാര്യം. പാണ്ഡിത്യം എന്ന് പറയുന്നത് മിക്കപ്പോഴും ഈ അദ്വൈതം കാടുകയറുന്നതിനാണ് നമ്മൾ പാണ്ഡിത്യം എന്ന് പറയുന്നത്. കാട്ടിക്കയറി എവിടെ പോകുന്നു നമുക്കറിയാൻ പറ്റില്ല. ചുറ്റിക്കറങ്ങി പോകും. എവിടെ ചെന്നാലും കാട്ടിൽ തന്നെ, പുറത്തു വരാമൊക്കത്തില്ല. അതുപോലെയാണ് ശബ്ദജാലം മഹാരണ്യം ചിത്തഭ്രമണകാരണം എന്നൊരു ആചാര്യം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാണ്ഡിത്യം എന്ന് പറയുന്നത് പലപ്പോഴും കാട് കയറലായിരുന്നു. അദ്വൈതം വളരെ ലളിതവും സ്വാനുഭവ സിദ്ധവും യുക്തിയുക്തവുമാണെന്നുള്ളതിന് കാട്ടിൽ കയറേണ്ട കാര്യമൊന്നുമില്ല. ഈ ഭാഗം ശരിക്കും മനസ്സിലാക്കിയാൽ മതി. എന്താണ് അജ്ഞാനം എന്ന് പറയുന്നത്? നമ്മൾ ചർച്ച ചെയ്തതാണ്, എന്നാലും ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. അജ്ഞാനത്തെ ഒന്ന് പറയാം, ജ്ഞാനാഭാവവും, ജ്ഞാനത്തിന്റെ അഭാവം എന്ന് പറയാം. ഈ ഭാഗം പലർക്കും മനസ്സിലാകത്തില്ല. അജ്ഞാനം ജ്ഞാനാഭാവം. പല ഗ്രന്ഥങ്ങളിലും നമ്മൾ വായിക്കും അജ്ഞാനം ജ്ഞാനാഭാവമല്ല. എന്തുകൊണ്ടല്ല? ഈ സംസാരം അജ്ഞാന കാര്യമാണെന്ന് പറയുന്നു. വളരെ ലഘുവായ യുക്തി അവർ പറയുന്നു ജ്ഞാനാഭാവമല്ല എന്നുള്ളത്.
ഈ സംസാരം ജനന മരണ രൂപത്തിലുള്ള ഈ സംസാരം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ചേർക്കണം. നമ്മുടെ ഈ അനുഭവങ്ങളെല്ലാം ഭൂമിയും സ്വർഗവും നരകവും സൂര്യനും ചന്ദ്രനും എല്ലാം അജ്ഞാനകാര്യമെന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്നു അജ്ഞാനം എന്ന് പറയുന്നത് ജ്ഞാനാഭാവം. അഭാവത്തിൽ നിന്ന് ഇതൊക്കെ ഉണ്ടാകുന്നു. അഭാവം എന്ന് വെച്ചാൽ ഇല്ലായ്മയാണ്. ഇല്ലായ്മയിൽ നിന്നെങ്ങനെ ഇതെല്ലാം ഉണ്ടാകുന്നു? ഇല്ലായ്മയിൽ നിന്നൊന്നും ഉണ്ടാകത്തില്ല. ഇവിടെ ഇപ്പൊ മേശപ്പുറത്ത് ആനയില്ലെന്ന് പറഞ്ഞാൽ ആ ഇല്ലായ്മയിൽ നിന്ന് ആന ഉണ്ടാകും, കുതിര ഉണ്ടാകും, എന്തെങ്കിലും ഉണ്ടാകുന്നില്ല. ഇല്ലായ്മയെന്ന് വെച്ചാൽ ഇല്ലായ്മയാണ്. വേണമെങ്കിൽ നമുക്ക് ശൂന്യതയെന്ന് പറയാം, പൂർണ്ണമായ അർത്ഥത്തിലല്ലെങ്കിൽ. അതിൽ നിന്ന് എന്താ ഉണ്ടാകാൻ പോകുന്ന ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷെ പറയുന്നു അജ്ഞാന കാര്യമാണ് പ്രപഞ്ചം. അപ്പൊ അജ്ഞാനം അങ്ങനെ ജ്ഞാനാഭാവമാകും. താർക്കികന്മാരും മറ്റും പറയും അജ്ഞാനം എന്ന് വെച്ചാൽ ജ്ഞാനാഭാവം. അല്ലാതെ ഒരു അജ്ഞാനത്തെ അവർ സ്വീകരിക്കുന്നില്ല. അത് താർക്കികൻ പറഞ്ഞിരിക്കുന്നതാണ്, അദ്വൈതിക്ക് സ്വീകാര്യമായ കാര്യമല്ല. നിങ്ങളെവിടെയെങ്കിലും പോയി ഒരു മുറി വേദാന്തിയുടെ അടുത്ത് അജ്ഞാനം ജ്ഞാനാഭാവം എന്ന് പറഞ്ഞാൽ ഉടനെ അവൻ പറയും എന്താണ്? അത് അജ്ഞാനം എന്ന് പറഞ്ഞാൽ അത് ജ്ഞാനാഭാവം എന്ന് താർക്കികം പറഞ്ഞിരിക്കുകയാണ്. അത് ഹിമാലയൻ പണ്ഡിതനായാലും ശരി ഇത് തന്നെ പറയും, അത് ജ്ഞാനാഭാവമാണ്. ഇവിടെ അത് ഭാഷ്യത്തിൽ പറഞ്ഞിരിക്കുന്നു. ദേവി നിങ്ങളതൊന്ന് മറിച്ചു നോക്കുക, അജ്ഞാനം ജ്ഞാനാഭാവവും എന്ന് ഭാഷ്യകാരൻ പറഞ്ഞിട്ടുണ്ട്. താർക്കികം പറഞ്ഞല്ല ഇത്. അജ്ഞാനം ജ്ഞാനാഭാവമാണ്. അങ്ങനെയും അതിനെടുക്കാം, ജ്ഞാനാഭാവമായിട്ട് സ്വീകരിക്കാം. അപ്പൊ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ വരുമല്ലോ എന്നാണ്. ഈ സംസാരം പിന്നെ എങ്ങനെ ഉണ്ടാകും? ഈ സംസാരത്തെ സൃഷ്ടിക്കാനും ഈ സംസ്കാരത്തെ നിലനിർത്താനും ഈ സംസാരത്തെ ഉണ്ടാക്കാനുമാണോ നിങ്ങൾ ഈ അദ്വൈതം എന്ന് പറയുന്ന ഭാരത്തെ ചുമക്കുന്നത്? അതിനു വേണ്ടിയിട്ടാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അജ്ഞാനം എന്ന് പറയുന്ന കട്ടിപിടിച്ച ഒരു സാധനം വേണം. ഒരരക്ക് പോലെ ഒരു സാധനം പോകത്തില്ല. അതിൽ നിന്ന് ഇതെല്ലാം ഉണ്ടാകും. ഇതിനെയൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ടാണെങ്കിൽ, മറിച്ച് ഇവിടെ പറയുന്ന നിത്യശുദ്ധ മുക്തമായ സ്വരൂപത്തെ ബോധിപ്പിക്കാനാണെങ്കിൽ ഇവിടെ കട്ടിപിടിച്ച അജ്ഞാനം വേണ്ട. സംസാരത്തിന് കാരണമായ ഒരു അജ്ഞാനം വേണ്ട. എന്തുകൊണ്ട്? അങ്ങനെ ഒരു അജ്ഞാനവുമില്ല, അതിന് കാര്യമായൊരു സംസാരവുമില്ല ഇവിടെ. പിന്നെന്താ ഉള്ളത്? ആത്മീയവേദം സർവം. അവിടെ പിന്നെ എന്തിനാ ഇതെല്ലാം? ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് ദോഷമൊന്നുമില്ല. ഇതിനെയൊക്കെ നിലനിർത്താനും സമർത്ഥിക്കാനുമാണെങ്കിൽ ഈ പറയുന്നത് പോലെ മായാശക്തിയെന്നോ അവിദ്യാശക്തിയെന്നോ അന്ധകാരം എന്നൊക്കെ പറയുന്ന ഒരു വസ്തുവിനെ അംഗീകരിക്കേണ്ടി വരും. ഇതൊന്നും വേണ്ട, മുക്തി മാത്രം മതിയെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇത്രയേ ഉള്ളൂ. സംഗതി വളരെ സിമ്പിളായ കാര്യമാണ്. അതിന് താർക്കികനെ കൂട്ടുപിടിക്കുകയോ മീമാംസകനെ കൂട്ടുപിടിക്കുകയോ ഒന്നും വേണ്ട. വേറൊക്കെ പറയും എന്താണ്? അജ്ഞാനം എന്ന് പറയുന്നത് ജ്ഞാനാഭാവമല്ല. എന്തുകൊണ്ട്? ഞാനും പറഞ്ഞിട്ടുണ്ടെന്ന്. നിങ്ങളെയൊക്കെ ഞാനൊരു പണ്ഡിതനാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി. അല്ലെങ്കിൽ എന്നെ നിങ്ങൾ എന്നെ ഇവിടുന്ന് യാത്ര അയച്ചത്? അപ്പോ അജ്ഞാനം ഇല്ലാത്തതാണെങ്കിൽ അത് നശിക്കത്തില്ലല്ലോ. ജ്ഞാനം കൊണ്ട് നശിക്കുന്നുണ്ട്. അപ്പോൾ എന്തോ ഒന്നുള്ളതാണ്. എന്തോ ഒന്നുണ്ടത്. പിന്നെ ഇതൊക്കെ പ്രതീതമാവുന്നുണ്ടല്ലോ. ഇല്ലാത്ത എങ്ങനെ പ്രതീതമാകും? അതുകൊണ്ട് എന്തോ ഒന്നുണ്ട്. അപ്പൊ ഇതിനെ ഉള്ളതായി സ്വീകരിക്കണം. ഇല്ലാത്തതാണെങ്കിൽ പ്രതീതമാകത്തില്ല, അത് അനുഭവമുണ്ട്. അതുകൊണ്ട് ഇല്ലാത്തതല്ല. ഉള്ളതാണെങ്കിൽ നശിക്കത്തില്ല, അതുകൊണ്ട് വാസ്തവത്തിലുള്ളതുമല്ല.
ചുരുക്കത്തിൽ പറഞ്ഞു വരുമ്പോൾ എന്തോ അനിർവചനീയമായ ഒരു സാധനം അങ്ങനെ പറയും അജ്ഞാനം. ഉണ്ടെന്നും പറയാൻ വയ്യ, ഇല്ലെന്നും പറയാൻ വയ്യ. ഒരാശയക്കുഴപ്പത്തിൽ ഉണ്ടെന്നും പറയാൻ വയ്യ, ഇല്ലെന്നും പറയാൻ വയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ തകരാറാണ്. ഒന്നുകിലും ഉണ്ടെന്ന് പറയണം, അല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം. പറഞ്ഞു പറഞ്ഞ അവസാനം പറയുന്നവന് തന്നെ ബോധ്യമില്ലാത്ത രീതിയിലാണ് പറയുന്നത്. ഈ പറയുന്നതിന് എന്തെങ്കിലും ഒരു കടമ്പുണ്ടോ? ഇവിടെ നിങ്ങളുടെ മുമ്പിൽ പുസ്തകം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, പിന്നെ ഇല്ലെന്നും പറയാൻ പറ്റില്ല. ഉണ്ടെന്നും പറയാൻ പറ്റില്ല, ഇല്ലെന്നും പറയാൻ പറ്റുന്ന വെച്ചാൽ ബുദ്ധിക്ക് തകരാറാണ്. അതുകൊണ്ട് പറയുന്നതാണ് അനിർവചനീയമായൊരു സാധനമാണ്. അനിർവചനീയമായതാണ് ജ്ഞാനം. ഇവിടെ അങ്ങനെയല്ല പറയുന്നത് ജ്ഞാന അഭാവമാണ്, ജ്ഞാനത്തിന്റെ ഇല്ലായ്മയാണ്. അനിർവചനീയമൊന്നും ആക്കേണ്ട കാര്യം. ചില യുക്തിയിൽ അങ്ങനെയൊക്കെ പറയാം, മറ്റു ചിലരെ ഉത്തരം മുട്ടിക്കാൻ വേണ്ടി പറയാം. വാദിക്കാൻ വരുന്നവനോട് വെട്ടുന്ന പോത്തിന് വേദം ഓതാൻ വേണ്ടിയിട്ട് തടി പ്രയോഗിക്കുന്നത് പോലെ അങ്ങനെയൊക്കെ പറയാം. അതൊന്നും മുഖ്യമായ കാര്യങ്ങളല്ല. ഇനി ചിലർ പറയുന്നത് എന്താണ്? ഇത് സ്ഥൂലം, ഈ ജാഗ്രത. ഇനി സൂക്ഷ്മമുണ്ട്, സ്വപ്നം, സുഷുപ്തിയുണ്ട്. കാരണം എന്തുകൊണ്ടതിനെ കാരണമെന്ന് വിളിക്കുന്നത്? കാരണം ഈ ജാഗ്രത സ്വപ്നം അത് ഇന്നാണ് ഉണ്ടായത്. ഈ ജാഗ്രത സ്വപ്നം എന്ന് പറയുന്ന ഈ കോലാഹലങ്ങൾ, ഈ വൃത്തികേടുകളെല്ലാം ഉണ്ടാകുന്നത് ആ സുഷുപ്തിയിൽ നിന്നാണെങ്കിൽ ഇതിന് കാരണമായി അവിടെ ഒന്നുണ്ടാവണം. എന്താ സാധനം? അതാണ് അജ്ഞാനം. അജ്ഞാനം എന്ന് പറയുന്നത് സുഷുപ്തിയിൽ ഇരിക്കുന്ന ഒരു സാധനമാണ്. അതെങ്ങനെ ഇരിക്കുന്നു? അത് കട്ടിപിടിച്ചിരിക്കുന്നു എന്നാ പറയുന്നത്. വലിയൊരു കട്ടിയച്ചിരിക്കുക. അങ്ങനെയൊന്നില്ലെങ്കിൽ എങ്ങനെ ഇതുണ്ടാവുമെന്നാണ് ചോദിക്കുന്നത്. ഈ ജാഗ്രത സ്വപ്നമൊക്കെ എങ്ങനെ ഉണ്ടാകും? ഇതിനു വേണ്ടി ഒരു സാധനം ഉണ്ടാകുന്നതിന് വേണ്ട എവിടെ? അപ്പോൾ അങ്ങനെ ഒന്നിനെ സ്വീകരിക്കണം. പിന്നെ അവിടെ എങ്ങനെ ജ്ഞാനാഭാവം എന്ന് പറയാൻ പറ്റും? ജ്ഞാനാഭാവം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇതൊന്നും ഇല്ലെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഒന്നുമില്ലായ്മയിൽ നിന്ന് എങ്ങനെയാ ഇതൊക്കെ ഉണ്ടാകുന്നു? അപ്പൊ കാരണമായ ശരീരം എന്നല്ലേ എന്ന് പറയുന്നത്. കാരണമായ ഒന്ന് വേണം, കൂടിയേ തീരും. ഈശാവാസ്യത്തിൽ ഭാഷ്യകാരൻ പോലും പറഞ്ഞിട്ടുണ്ട് കാരണം ശരീരമാണ്. അതെങ്ങനെ നിങ്ങൾ വ്യാഖ്യാനിക്കുമെന്നൊക്കെ ചോദിച്ചു. എനിക്ക് വഴിയടക്കം ഈ പണ്ഡിതന്മാരെ കാരണം ഇവിടെ കണ്ടാൽ അവർ ചെറുതൊക്കെ ചോദിക്കും എന്തൊക്കെയാ പറയുന്നത്. അങ്ങനെ ഒന്നില്ലാതെ എങ്ങനെ ഇതൊക്കെ ഉണ്ടാകും? പക്ഷെ ഇവരാരും ഓർക്കുന്നില്ല. ഭാഷ്യകാരൻ പറയുന്നത് എന്താണ്? അജ്ഞാനം ജ്ഞാനാഭാവമാണ്. ഇതൊന്നും ഉണ്ടാകുന്നതിന് സുഷുപ്തിയിൽ കട്ടിപിടിച്ച ഒരു സാധനമൊന്നും വേണ്ട. ആഭരണം ഉണ്ടാകുന്നതിന് സ്വർണത്തിൽ നിന്ന് വേറിട്ടൊരു സാധനത്തിന്റെ ആവശ്യമില്ല, അത് മതി. ഇവിടെ സൃഷ്ടിയും സൃഷ്ടിജാലവും സൃഷ്ടികർത്താവും സൃഷ്ടാവും എല്ലാം ആയിരിക്കുന്ന ഒരാൾ തന്നെ. ഒരാൾ തന്നെ ഇതിനൊക്കെ പ്രാപ്തനാണ്. അതൊന്നും അന്യമായിട്ട് വേറെ ഒന്നും തന്നെ വേണ്ട. അല്ലേ പറയുന്നത് ആ തുര്യൻ തന്നെ സ്പന്ദിക്കുന്നതാണ് സർവമായിട്ട്. അത് സ്വപ്നമെന്നോ സുഷുപ്തിയെന്നോ ജാഗ്രതെന്നോ സ്പന്ദരൂപത്തിനും അസ്പന്ദരൂപത്തിനും ഒക്കെ എല്ലാം ഇരിക്കാനും കഴിയും. അത് സപ്രപഞ്ചവും നിഷ്പ്രപഞ്ചവുമാണ്. ബൃഹദാരണ്യം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. അതിലൂടെ പറയുന്നതിന്റെ താല്പര്യം സ്വസ്വരൂപം വ്യതിരിക്തമായി അന്യമായി ഈ പ്രപഞ്ചത്തെ സാധൂകരിക്കുന്നതിന് ഒന്നിനെയും സ്വീകരിക്കേണ്ട ആവശ്യമില്ല. ഒരു വസ്തുവിനെ സ്വീകരിക്കേണ്ട കാര്യമില്ല. അതിനുള്ള ക്ഷമത ഈ സ്വസ്വരൂപത്തിന് തന്നെ ഉണ്ട്. രണ്ടാമതൊന്നിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിനെ അദ്വൈതം എന്ന് വിളിക്കാനും കഴിയത്തില്ല. അദ്വൈതത്തിൽ രണ്ടില്ല, ഒന്നേ ഉള്ളൂ, ഒരേ ഒരു തത്വമേ ഉള്ളൂ. ജാഗ്രതത്തിൽ ഇതെങ്ങനെ സംഭവിക്കുന്നു, അതുപോലെ തന്നെ ഇതിന് സംഭവിക്കാതെ ഇരിക്കാം. ജാഗ്രതത്തിൽ ഇത് സംഭവിക്കാതിരുന്നാൽ പറയാം അതിനെ സുഷുപ്തി. സംഭവിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ജാഗ്രത.
എന്താ സംഭവിക്കുന്നത്? ഏകമായ തത്വമാണ് ഇതെല്ലാമായി പിരിഞ്ഞിരിക്കുന്നത്. ഒരേ ഒരു തത്വം, അന്യമായൊരു തത്വത്തെ അവിടെ സ്വീകരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അജ്ഞാനം എന്ന് പറയുന്നത് ജ്ഞാനാഭാവം, അങ്ങനെ സ്വീകരിക്കും. അങ്ങനെ സ്വീകരിക്കുന്നതുകൊണ്ട് ആർക്കും ഉറക്കം വരാതിരിക്കുകയോ ഉണർവ് വരാതിരിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. അങ്ങനൊരു തകരാറും വരത്തില്ല. സ്വപ്നം വരാതിരിക്കുകയൊന്നും ചെയ്യത്തില്ല. മുക്തി വരാതിരിക്കുകയോ ചെയ്യത്തില്ല. സംസാരമില്ലാതാകത്തുമില്ല. അതും ഇങ്ങനെ തന്നെ ഉണ്ടായിരിക്കും. എല്ലാം ഒരേ ഒരു തുര്യന്റെ സ്പന്ദനം. അവിടെ അന്യമായൊരു വസ്തുവിനെ സ്വീകരിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഇപ്പൊ എന്താ പോരായ്മ വന്നിരിക്കുന്നത്? അത് ഇങ്ങനെയാണെന്ന് അറിയുന്നില്ല. ആ അറിവില്ലായ്മ, അതിന്റെ സ്ഥാനത്ത് അറിവ് വരണം. അതുകൊണ്ട് ജ്ഞാനാഭാവം അജ്ഞാനത്തിന് അങ്ങനെ ഒരർത്ഥം എടുക്കുക. ഇനി രണ്ടാമത്, ഇത് സംശയജ്ഞാനം. ഇത്രയും കാലത്തെ അധ്വാനം കൊണ്ട് നമ്മൾ ഇപ്പൊ ആക്കി വച്ചിരിക്കുന്ന സാധനമാണത്, സംശയജ്ഞാനം. അതെന്താണെന്ന് ആർക്കും പരിചയപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമില്ല. അജ്ഞാനത്തിന്റെ ഒരു പേര്. അജ്ഞാനം അങ്ങനെയും പ്രത്യക്ഷപ്പെടാം. ജ്ഞാനം ഇത്രയേ ഉള്ളോ, മോക്ഷം ഇത്രയേ ഉള്ളോ, താൻ മുക്തനാണോ, ഞാൻ മുക്തനാണോ, ഇതൊക്കെയാണ് സംശയജ്ഞാനം. ഇതുകൊണ്ട് കാര്യം നടക്കുമോ? ശ്രവണമനനങ്ങൾ കൊണ്ട് മുക്തി ഉണ്ടാകുമോ? ഇതുവരെ എന്തുകൊണ്ട് ഞാൻ മുക്തനായില്ല, ഇനി എന്നാണ് ഞാൻ മുക്തനാകാൻ പോകുന്നത്, എല്ലാം സംശയിക്കുന്നു. ഈ രൂപത്തിൽ പ്രകടമായിക്കൊണ്ടിരിക്കുന്നു. ഇതിനും അജ്ഞാനമെന്ന് തന്നെ പറയുന്നു. ഇതും നമ്മുടെ അനുഭവത്തിൽപ്പെട്ട കാര്യമില്ലേ? അറിവില്ലായ്മ അജ്ഞാനം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ അനുഭവത്തിൽപ്പെട്ട കാര്യമില്ലേ? ജ്ഞാനാഭാവം എന്നുള്ള എടുക്കില്ല. അറിവില്ലായ്മയെന്ന് മലയാളം മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ അനുഭവത്തിൽപ്പെട്ട കാര്യമില്ലേ? സംശയജ്ഞാനം എന്ന് പറയുന്നത് നമ്മുടെ അനുഭവത്തിൽപ്പെട്ട കാര്യമില്ലേ? ഇതജ്ഞാനം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വരുന്നത് വിപരീതജ്ഞാനം. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ശരി, എന്റെ അനുഭവത്തിൽ ഞാൻ എന്ന് പറയുന്നത് ഈ സ്വാമിയാണ്. ഇതാണ് ഞാൻ. ഇന്ന പേരുള്ള, ഇന്ന രൂപമുള്ള, ഇന്ന പ്രായമുള്ള ഇയാളാണ് ഞാൻ. എന്റെ ഈ അനുഭവം ഇതെന്താണ്? ഇതും അജ്ഞാനമാണ്. ഇതിന് എന്തുകൂടെ പറയുന്നു? വിപരീത ജ്ഞാനം. ഇതിനാണ് നമ്മൾ ദേഹാത്മബുദ്ധി എന്നും മറ്റും പറയുന്നത്. ഇതും അജ്ഞാനമാണ്. അജ്ഞാനത്തിന് എത്ര പിരിവായി? ഒന്ന് ജ്ഞാനാഭാവം, ഒന്ന് സംശയജ്ഞാനം, മറ്റൊന്ന് വിപരീത ജ്ഞാനം. അവിടെ ചോദ്യം വരുമ്പോൾ അജ്ഞാനം നശിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് മൂന്നും നശിക്കുമോ? നിശ്ചയമായിട്ടും ഒരു സംശയവും വേണ്ട. അതെങ്ങനെയാണ് നശിക്കുന്നത്? അത് ഈ രണ്ടാമത്തെ സംശയജ്ഞാനത്തിന്റെ ചോദ്യമാണ്. ഒന്ന്, നീ നിത്യമുക്തനാണെന്ന് നിനക്കറിയുമോ? അറിയില്ല. ഇതാദ്യത്തെ പറഞ്ഞു, ജ്ഞാനാഭാവം. അത് പോയി, തത്വമസി എന്ന് ബോധിച്ചപ്പോൾ. ഇനി ഞാനങ്ങനെ ആകാമോ? ഇന്ന സ്ഥലത്ത് ഇന്നാരുടെ മോനായി ജനിച്ച് വളർന്ന് ഇത്രയും വേദാന്തമൊക്കെ പഠിച്ച ഞാൻ എങ്ങനെ നിത്യമുക്തനാകും? സംശയിച്ചാണ്. അതും പറയുന്നു നീ നിത്യമുക്തനാണ്. യാതൊരു സംശയമില്ലാതെ ബോധിപ്പിച്ചാൽ പിന്നെ എങ്ങനെയാ സംശയിച്ചാലും വരുന്നത്? തത്വമസി നവ എന്നല്ല ബോധിപ്പിക്കുന്നത്, നീ ആ തത്വമാണ് എന്നാ ബോധിപ്പിക്കുന്നു. പിന്നെ എങ്ങനെയാ സംശയം നിൽക്കുന്നത്? അതും പോകും. അല്ല, ഞാനിതാ ഈ പിണ്ഡമാണോ, അതിന് നിരാകരിച്ചുകൊണ്ടാ പറയുന്ന. അല്ല, നീ തത്താണ്, തത്സൃഷ്ട തദേവാനുപ്രാവശ്യത് എന്ന് പറഞ്ഞാൽ തത്താണെന്ന് പറയുമ്പോൾ പിന്നെ ഞാനിതാണെന്ന് എനിക്കെങ്ങനെ പറയാൻ ബോധിക്കാൻ പറ്റും? ബുദ്ധിക്ക് സ്ഥിരതയില്ലെങ്കിലേ മറിച്ച് ബോധിക്കാൻ പറ്റും. മറിച്ച് നീ ആ തത്താണെന്ന് ബോധിപ്പിച്ചാൽ ആ ഒരു ബോധമേ എനിക്കുണ്ടാവും. അത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്താണ്. പിന്നീട് ചിലപ്പോൾ വീണ്ടും ഞാൻ എന്റെ ബുദ്ധിയിൽ സംശയത്തെ ഉണ്ടാക്കാം, വിപരീയ ജ്ഞാനത്തെ ഉണ്ടാക്കാം. പക്ഷെ ഞാനത് ബോധിച്ചു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണോ?
ഞാൻ നിത്യമുക്തനാണെന്ന് തന്നെയാ ബോധിച്ചത്. അപ്പൊ വിപരീത ജ്ഞാനം പോയില്ലേ? ഉപദേശം കൊണ്ട് അജ്ഞാനം, അതായത് അറിവില്ലായ്മയുടെ സ്ഥാനത്ത് അറിവുണ്ടായി, സംശയജ്ഞാനം പോയി, വിപരീതജ്ഞാനവും പോയി എന്ന് പറയുന്നത് സ്വാനുഭവ സിദ്ധമാണ്. അല്ല, ഇതിലിനി പ്രത്യേകിച്ച് ഒരു അനുഭവമില്ല. അനുഭവത്തിന് കുംഭമുളയ്ക്കുന്നതല്ല ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത്. അനുഭവത്തിലൊരു അനുഭവം അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. അതിന് ആത്മാശ്രയം പോലെയുള്ള ദോഷങ്ങൾ വരും. അനുഭവം ഏകരൂപത്തിലേ ഉള്ളൂ, അറിവ് ഒരു രൂപത്തിലുള്ളൂ. അറിവിന് നാനാരൂപമില്ല. അതുകൊണ്ടാണ് ശ്രുതി പറയുന്നത് എന്താണ്? ഏകരസം. അതിന് ഏകരസം എന്ന് വെച്ചാൽ ഏക സ്വഭാവമാണ്. അതിന് നിങ്ങൾ പറയുന്ന പോലെ ഇന്നത്തെ അറിവ് പോയിട്ട് നാളെ ഒരു ടോർച്ചടിക്കുന്ന പോലെ ഒരു വെളിച്ചം തലയ്ക്കുള്ളിൽ വരും, കറണ്ടടിക്കുന്ന പോലെ ഒരു അനുഭവമായിരിക്കും. അപ്പോൾ ബോധം കെട്ടുപോകും. പിന്നെ ആരെങ്കിലും പൊക്കിയെടുത്ത് വെള്ളം ഒഴിക്കണം. അപ്പോൾ ഉണർന്നിട്ട് ഞാൻ ബ്രഹ്മജ്ഞാനിയായി, ഭയങ്കര, എനിക്ക് താങ്ങാൻ പറ്റിയില്ല ബ്രഹ്മജ്ഞാനം. ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. സംഭവിച്ചാൽ അത് മറ്റെന്തെങ്കിലും ആയിരിക്കും. എന്തുകൊണ്ട്? ബോധത്തിന് ഏകരസമാണ്, ഏക സ്വഭാവമാണ്. അതിന് നാനാരൂപങ്ങളൊന്നുമില്ല. അത് സദാ ശ്രുതി അത് തന്നെ ബോധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു, ആവർത്തിക്കുന്നു. നിന്റെ സ്വരൂപം ഇന്നതാണ്. ആ ഓരോ ആവർത്തിയിലും ഓരോ ബോധനത്തിലും ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. അജ്ഞാനം പോകുന്നു, വിവരയും പോകുന്നു, സംശയജ്ഞാനം പോകുന്നു. ബോധിക്കുന്നു. അല്ല, ഇത് പോയിട്ട് വരാൻ പലതുണ്ടോ? ഉള്ളതല്ല പോകുന്നു, ഇല്ലാത്തതാ പോകുന്നത്. പിന്നെ ഇല്ലാത്തത് പലതാകുന്ന എങ്ങനെ? അജ്ഞാനത്തിന് ആദ്യത്തെ അർത്ഥം എന്താ പറഞ്ഞത്? ജ്ഞാനാഭാവം എന്ന് വെച്ചാൽ ഇല്ലാത്തത്, അതാ പോകുന്നു. അതിന് പലതാകാൻ എങ്ങനെ പറ്റും? അപ്പൊ ഞാൻ ജ്ഞാനിയായിട്ട് വീണ്ടും അജ്ഞാനിയായോ? നീ നിത്യമുക്തനാണ്. നീ ജ്ഞാനിയായിട്ടും അജ്ഞാനിയാകുന്നില്ല, അജ്ഞാനിയായിട്ട് ജ്ഞാനിയാകുന്നു. അവിടെയാണ് അദ്വൈത ബോധം എന്ന് പറയുന്നത്. അവിടെയാണ്. അതിനെ, ആ ബോധത്തെ വിചലിപ്പിക്കാൻ ഒരു പ്രമാണത്തിന് സാധ്യമല്ല. അതുകൊണ്ടാണ് അതിനെ പറയുന്നത് ദൃഢബോധമാണ്. ആ ശ്രുതിയുടെ ഉപദേശത്തെ ഒന്ന് ചലിപ്പിക്കാൻ ശ്രമിച്ചു നോക്കുക, അത് സാധ്യമല്ല. ആയുരന്ത്യം വരെ നമ്മളിത് പറഞ്ഞുകൊണ്ടിരുന്നാലും ഇതേ പറയാൻ പറ്റും, അതിന് മാറ്റം വരത്തില്ല. എന്തുകൊണ്ട്? ജ്ഞാനം ഏക രസമാണ്, ഏക സ്വഭാവമാണ്. അതിനാർക്കും മാറ്റാൻ കഴിയത്തില്ല. നമ്മുടെ പാണ്ഡിത്യത്തെ മാറ്റാൻ പറ്റും. പാണ്ഡിത്യം ചിലപ്പോൾ നമ്മൾ വിസ്മരിച്ചു പോകും. പക്ഷെ ജ്ഞാനത്തിന് മാറ്റം സംഭവിക്കത്തില്ല. അത് നിത്യമുക്തസ്വരൂപമാണ്. അതുകൊണ്ട് ഈ 3 വർഷത്തെ എന്താണ്? അജ്ഞാനം എന്ന് പറയുന്നത് ജ്ഞാനാഭാവമാണ്. അജ്ഞാനം എന്ന് പറയുന്നത് സംശയരൂപത്തിലാണ്. അജ്ഞാനം എന്ന് പറയുന്നത് വിപരീത രൂപത്തിലാണ്. അതുള്ള 3 പക്ഷത്തെയും വിപരീത ജ്ഞാനരൂപത്തിലുള്ളതാണ്. 3 പക്ഷത്തെയും ഭാഷ്യകാരൻ അംഗീകരിക്കും. ഇത് 3 പക്ഷവും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അദ്വൈതത്തെ സംബന്ധിച്ചുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും സമാധാനമാണ്. ദേഹാത്മബുദ്ധി അജ്ഞാനമാണ്. എന്തുകൊണ്ട്? അജ്ഞാനം വിപരീത ജ്ഞാനമാണ്. ജ്ഞാനാഭാവം അജ്ഞാനമാണ്, തീർച്ചയായിട്ടും. എന്തുകൊണ്ട്? ഞാനിതുവരെ എന്റെ സ്വരൂപം നിത്യമുക്തമാണെന്ന് അറിഞ്ഞിട്ടില്ല. ഇന്നുവരെ ഞാൻ അറിഞ്ഞില്ല. അത് ജ്ഞാനാഭാവമാണ്, അജ്ഞാനം. ആ അജ്ഞാനത്തിൽ നിന്ന് ഈ പ്രപഞ്ചം, ഈ സംസാരം ഇങ്ങനെ ഉണ്ടാകാമോ? എന്തുകൊണ്ടുണ്ടായിക്കൂടാ? മോക്ഷം ഉണ്ടാകാത്തതിനെ ഉണ്ടായെന്ന് പറയുന്നില്ലേ? പിന്നെ ഉണ്ടാകാത്ത സംസാരത്തെ ഉണ്ടായെന്ന് പറഞ്ഞൂടെ? അല്ലേ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തു. മോക്ഷം ഉണ്ടാകാത്തതാണ്, എന്നാലും അതിനെ ഉണ്ടായെന്ന് പറയുന്നു. അപ്പൊ സംസാരം ഉണ്ടാകാത്തതാണെങ്കിൽ അതിനും ഉണ്ടായെന്ന് പറയാം. എന്നാലും ഈ അറിവില്ലായ്മ തീർച്ചയായിട്ടും ഈ അറിവില്ലായ്മയാണ് അടിസ്ഥാനമായി നിൽക്കുന്നത്. ഞാൻ എന്റെ സ്വരൂപം പരമാർത്ഥമാണെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണ്? ഇതാ ഞാൻ ഈ പിണ്ഡമാണ്,
ഞാൻ ജനിച്ചവനാണ് മരിച്ചവനാണ്, ഇതല്ലേ സംസാരം എന്ന് പറയുന്നത്. വേറെന്താ സംസാരം എന്ന് പറയുന്നു? എന്തുകൊണ്ട്? അത് മൂല കാരണം എന്താ? ഞാൻ എന്റെ വാസ്തവത്തെ അറിയാത്തതുകൊണ്ടാണ്, അറിവില്ലായ്മയാണ്. അപ്പൊ അറിവില്ലായ്മ എന്ന് ഈ സംസാരം ഉണ്ടായിക്കൂടെ? നേരത്തെ ഞാൻ പറഞ്ഞു ഉണ്ടാകത്തില്ല, നീ ഇപ്പൊ ഉണ്ടാകുമെന്ന് പറയുകയാണ്. ഉണ്ടാകാമല്ലോ. ആ അറിവില്ലായ്മ ഉണ്ടല്ലോ ഇതെല്ലാം നിലനിൽക്കുന്നത്. തന്റെ ജനനം, ജീവിതം, മരണം, പ്രപഞ്ചബന്ധം, പ്രപഞ്ച വ്യവഹാരം എല്ലാം ആ അറിവില്ലായ്മയിൽ നിന്നാണ്. സർവം ഖല്ലിതം ബ്രഹ്മ, സർവവും പരമാർത്ഥമാണ് എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ തന്നിൽ നിന്ന് അന്യമായി എന്ത് വ്യവഹാരമാണ് ശേഷിക്കുന്നു? എന്ത് ജനന മരണങ്ങളാ ശേഷിക്കുന്നു? സൂര്യനോ ചന്ദ്രനോ സൗരയൂഥങ്ങളോ ഒന്നും തന്നെ ഇല്ലല്ലോ. സ്വസത്തയിൽ നിന്ന് അന്യമായി ഒന്നിനും തന്നെ നിലനിൽക്കാൻ ഇവിടെ വഴിയില്ല. ഇത് ആർക്കും ബോധിക്കാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ബോധിക്കണമെങ്കിൽ ഈ അജ്ഞാനത്തിന്റെ 3 വിശേഷതകളെയും നമ്മൾ മനസ്സിലാക്കിക്കുന്നു. അത് അറിവില്ലായ്മയുടെ രൂപത്തിൽ നിൽക്കുന്നു, വിപരീത ജ്ഞാന രൂപത്തിൽ നിൽക്കുന്നു, സംശയരൂപത്തിൽ നിൽക്കുന്നു. അപ്പോൾ ജ്ഞാനത്തെക്കുറിച്ച് ആർക്കും പരിഭവം പറയേണ്ട കാര്യമില്ല, മുക്തിയെക്കുറിച്ച് ആർക്കും പരിഭവം പറയേണ്ട കാര്യമില്ല. തീർന്നു, എല്ലാ ഇടപാടുകളും തീർന്നു. അത് യാതൊരു സംശയത്തിനും ഇടം കൊടുക്കാതെ പൂർണ്ണ വിരാമമിട്ടാണ് ഇവിടെ ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നത്. അത് അടിവരയിട്ട് നമ്മൾ ഗ്രഹിച്ചുകൊണ്ടാണ്. ഇതാണ് തത്വജ്ഞാനം, ഇതാണ് മുക്തി എന്ന് പറയുന്നത്. ഈ തത്വജ്ഞാനം എന്ന് പറയുമ്പോൾ പലരും അതിനെ ഫിലോസഫി എന്ന് പറയും. അത് എന്ന് പറയുന്നത്, ഇവിടെ പറയുന്നത് തത്വജ്ഞാനം എന്ന് പറയുമ്പോൾ അങ്ങനെ നിങ്ങളതിനെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കരുത്. അദ്വൈതം എന്ന് പറയുന്ന ഒരു ഫിലോസഫിയാണ്. എന്നുവെച്ചാൽ അത് ഒരുപാട് പഠിച്ചും മനസ്സിലാക്കിയും നമ്മളെ ബുദ്ധി കയറ്റി വയ്ക്കേണ്ട സാധനങ്ങളാണ് അതൊക്കെ. അതല്ല ഇവിടുത്തെ എന്നാണ്. ഇതെന്ന് പറയുന്നത് പരമാർത്ഥ ബോധം എന്നേ ഉള്ളൂ. ഇവിടെ നമ്മൾ തത്വജ്ഞാനം എന്ന് പറഞ്ഞു, അത് ഫിലോസഫി ഒന്നുമില്ല. അത് മറ്റ് ഫിലോസഫിക്കാണെങ്കിൽ നമുക്ക് കണക്ക് സയൻസും ഒക്കെ വേണം പഠിക്കാൻ. കണക്കില്ലാതെ ഫിലോസഫി ഇല്ല. ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ സ്വരൂപ അവബോധം മാത്രം, ഒരേ ഒരു ബോധം മാത്രം. ഏതൊരു ബോധമാണോ ഈ പറയുന്ന അജ്ഞാന, അറിവില്ലായ്മ, സംശയം, വിപരീതം, ഇതിനെല്ലാം നിരാകരിക്കുന്ന ആ ഒരു ബോധം, അത് ഒരു ബോധത്തിനേ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് ആ അറിവുണ്ടായവന് പിന്നെ ഇവിടെ മറ്റൊന്നും അറിയേണ്ടതായിട്ടില്ല, അറിയാനുള്ള ബാധ്യതയില്ല അയാൾ, അങ്ങനെയുള്ളൊരു കടമയില്ല അയാൾ. അങ്ങനെ ഒരു ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അപ്പോ പിന്നെ എന്നുള്ള സംശയങ്ങൾ പരിഹാരം ഉണ്ടാകുക എന്ന് പറയുന്നത് ഈ ബോധത്തിന്റെ വ്യക്തതയാണ്, അല്ലെങ്കിൽ ആ ബോധത്തിന്റെ ദൃഢതയാണ്. അത് പിന്നെ ആ ചോദ്യത്തെ പരിഹരിക്കാമെന്നുള്ളതാണ്. നിങ്ങളൊരു ചോദ്യത്തെ ചോദിച്ച് അതിന്റെ ഉത്തരത്തിന് വേണ്ടി പരിശ്രമിക്കുന്നതിന് നല്ലത് ആ ചോദ്യത്തെ തന്നെ അങ്ങ് പരിഹരിക്കും, വേരോടെ പിഴുത് കളയും. ചോദ്യം ഉത്തരവുമായിട്ട് പോയി കഴിഞ്ഞാൽ മരണം വരെ അവിടെ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. ചോദ്യം ഉണ്ടെങ്കിൽ ഉത്തരവും വരും, ഉത്തരം വന്നാൽ ആ ഉത്തരം അടുത്ത ചോദ്യത്തിന് കാരണമാകും. ഇതൊരിക്കലും അവസാനിക്കണം. അതുകൊണ്ടതല്ല. അതിനാണ് ഭാഷകൾ പറയുന്നത് എന്താണ് വിപരീയ ജ്ഞാനം. ഈ വിപരീയ ജ്ഞാനം, ഈ പ്രപഞ്ച പ്രതീതി ഇതിങ്ങനെ നിലനിൽക്കുക, ഇത് അനുഭവിക്കുക തന്നെ ആണ് ശ്രുതി ബോധിപ്പിക്കുന്നത്. ഇതിനെയൊക്കെ ആശ്രയിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞില്ലേ, അവിദ്യയും വിദ്യയും എല്ലാം ഇതിൽ നിന്നാണ്. ജ്ഞാനവും അജ്ഞാനവും എല്ലാം അജ്ഞാന കാര്യമാണെന്ന് പറഞ്ഞില്ലേ, എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ പ്രപഞ്ച പ്രതീതി, ഈ അനുഭവങ്ങൾ ഇങ്ങനെ നിലനിൽക്കെ തന്നെ ഇതിനെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെ ആണ് തത്വത്തെ ബോധിപ്പിക്കുന്നത്. ആ തത്വത്തെ ബോധിപ്പിക്കുമ്പോൾ ബോധിക്കുന്നവന് ആ തത്വത്തെ സംബന്ധിച്ചുള്ള
അജ്ഞാനം, സംശയം, വിപര്യം ഇത് മൂന്നും മാറുമെന്നാണ് പറയുന്നത്. അവനെ സംബന്ധിച്ച് ഈ പ്രപഞ്ച പ്രതീതിയെ സംബന്ധിച്ചോ ജാഗ്രത തുടങ്ങിയ അനുഭവങ്ങളെ സംബന്ധിച്ചോ യാതൊരു തരത്തിലുള്ള ആശങ്കകളുമില്ല. കാരണം ഇതിന്റെ തത്വത്തെ, ഇതിന്റെ രഹസ്യത്തെ അവൻ ഗ്രഹിച്ചിരിക്കുന്നു. ഒരു രത്ന പരീക്ഷകൻ എന്ന് വെച്ചാൽ രത്നത്തിന്റെ മൂല്യത്തെ അറിയുന്നവന് രത്നത്തെ സംബന്ധിച്ച് ആശങ്കകളൊന്നുമില്ല. അത് പവിഴമാണോ, മുത്താണോ, വജ്രമാണോ, വൈഡൂര്യമാണോ, ഗോമേതകമാണോ, അവന് സംശയമൊന്നുമില്ല. അവനെ ഈ പ്രപഞ്ച പ്രതീതിയെ സംബന്ധിച്ച് ഒരാശയക്കുഴപ്പമില്ല. തത്വബോധ ശ്രദ്ധിച്ചവനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ സ്വഭാവം. ഇത് സ്വഭാവസ്തു ദൈവശേഷ സ്വഭാവം എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് എന്താണ് യദി ജ്ഞാനാഭാവോ യദി സംശയജ്ഞാനം യദി വിപരീത ജ്ഞാനം വാ ഉച്യതേ അജ്ഞാനമിതി. ഇതിലേതിനെ നിങ്ങൾ അജ്ഞാനം എന്നെടുത്താലും ശരി, സർവം ഹി തജ്ഞാനേനൈവ നിവർത്തിയതേ, എല്ലാം ആ ജ്ഞാനം കൊണ്ട് തന്നെ ഇല്ലാതാകുന്നു. ഏതെടുത്താലും ശരി. അല്ല, ഇവിടെ അനർവചനീയമായി പറയാൻ വയ്യാത്ത ഒരു സാധനം അങ്ങനെയൊന്നുമില്ല. ഇതെല്ലാം ജ്ഞാനം കൊണ്ട് തന്നെ നിവർത്തിക്കുന്നു. അത് ജ്ഞാനമേ പറ്റൂ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ ഇടയ്ക്ക് പലതിനെയും പരാമർശിച്ചല്ലോ. ജപധ്യാനാദി കാര്യങ്ങളെ കുറിച്ച് അതിന് വരും അതിന്റെ സമാധാനങ്ങൾ. അത് സംബന്ധമില്ലാത്തതിനെ പരാമർശിച്ചല്ല, അത് ചർച്ചയ്ക്ക് വരുന്നുമുണ്ട്. അതെല്ലാം ഇനി വരും. ഇവിടെ പറയുന്ന ജ്ഞാനത്തിന്റെ പ്രാധാന്യം പറയുന്നത് അത് കർമ്മണ. മറ്റൊരു തരത്തിലുള്ള കർമ്മം കൊണ്ടും ഈ പറയുന്ന മൂന്നും പോകത്തില്ല. അജ്ഞാനം, സംശയം, വിപരീതം ഈ മൂന്നും പോകത്തില്ല. അന്യതമേനാവി വിരോധ. എന്തുകൊണ്ട്? ഈ കർമ്മത്തിന് ഇതുമായിട്ടൊന്നും യാതൊരു വിരോധവുമില്ല. മാനസികമോ ശാരീരികമോ ഒരു പ്രവൃത്തികൾക്കും ഇതുമായിട്ടൊരു വിരോധമില്ല. ഈ പ്രവൃത്തികൾ അതിന്റെ വഴിക്ക് അത് സഞ്ചരിക്കുന്നു. ഇത് രണ്ട് തലമാണ്, രണ്ട് ലോകമാണ്. കർമ്മം കർമ്മത്തിന്റെ തലത്തിൽ നിൽക്കുന്നു, തത്വം തത്വത്തിന്റെ തലത്തിൽ നിൽക്കുന്നു. അവിടെ ജ്ഞാനത്തെ മാത്രമേ അപേക്ഷിക്കുന്നുള്ളൂ. ആ തത്വനിഷ്ഠയ്ക്ക് കർമ്മത്തെ അപേക്ഷിക്കുന്നില്ല. ശിഷ്യ